Morning dear students, good morning. നമ്മൾ ഇന്ന് മാത്തമാറ്റിക്സ് ആണ് പഠിക്കാൻ പോകുന്നത്. അതിൽ നമ്മൾ ഏത് ചാപ്റ്റർ ആണ്? കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ മൂന്നാമത്തെ ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്ത് നിർത്തിയായിരുന്നു അല്ലേ? അത് കംപ്ലീറ്റ് ആയില്ലേ? കംപ്ലീറ്റ് ആയി. നമ്മുടെ എക്സാം കഴിഞ്ഞു. എക്സാം ഒക്കെ എല്ലാവരും നല്ലപോലെ എഴുതിയോ? ഓക്കെ, നമുക്ക് ഇനി അടുത്ത നെക്സ്റ്റ് ചാപ്റ്ററിലോട്ട് പോകാം. നമ്മുടെ ചാപ്റ്ററിന്റെ പേരാണ് ഇൻഡിജേഴ്സ്. എന്താണ്? ഇൻഡിജേഴ്സ് അല്ലെങ്കിൽ പൂർണ്ണസംഖ്യകൾ. അതിനെക്കുറിച്ചാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യുന്നത്. നമുക്ക് ചാപ്റ്റർ തുടങ്ങിയാലോ? ടെക്സ്റ്റില് പേജ് നമ്പർ 61 എടുത്തെല്ലാവരും എടുത്തോ? നോട്ട്ബുക്കും ടെക്സ്റ്റും ഒക്കെ എടുത്തല്ലോ. നമുക്ക് തുടങ്ങാം. ഓക്കെ, നോക്കിക്കേ. So far we are conversant with only two type of numbers, namely natural numbers and whole numbers. ഇല്ലേ, നമ്മൾ കഴിഞ്ഞ മൂന്നാമത്തെ ചാപ്റ്റർ സ്റ്റഡി ചെയ്തപ്പോൾ നമ്മൾ നാച്ചുറൽ നമ്പർ എന്താണ്, ഹോൾ നമ്പർ എന്താണെന്ന് നമ്മൾ സ്റ്റഡി ചെയ്തായിരുന്നു. എന്തായിരുന്നു നാച്ചുറൽ നമ്പേഴ്സ്? ടീച്ചർ നമ്മൾ പറഞ്ഞു തന്നെ എന്താ നാച്ചുറൽ നമ്പേഴ്സ് എന്തായിരുന്നു നമ്മൾ പഠിച്ചതാ. എന്താണ് നാച്ചുറൽ നമ്പേഴ്സ്? നാച്ചുറൽ നമ്പേഴ്സ് എന്ന് വെച്ചാല് കൗണ്ടിങ് നമ്പേഴ്സ് അല്ലേ? 1 2 3 4 5 അങ്ങനെ നമ്മൾ കൗണ്ട് ചെയ്ത് പോകുന്ന എക്സെട്ര അല്ലേ? കൗണ്ടിങ് നമ്പേഴ്സിനെയാണ് നമ്മൾ നാച്ചുറൽ നമ്പേഴ്സ് എന്ന് വിളിച്ചത്. എന്താണ് നാച്ചുറൽ നമ്പേഴ്സ്? നാച്ചുറൽ നമ്പേഴ്സ് അല്ലേ? കൗണ്ടിങ് നമ്പേഴ്സ് ആർ കാൾഡ് ദ നാച്ചുറൽ നമ്പേഴ്സ്. കൗണ്ടിങ് നമ്പേഴ്സിനെ 1 2 3 പോലുള്ള അങ്ങനെ പോകുന്ന ആ കൗണ്ടിങ് നമ്പേഴ്സിനെയാണ് നമ്മൾ നാച്ചുറൽ നമ്പർ എന്ന് വിളിക്കുന്നത്. എന്തായിരുന്നു ഹോൾ നമ്പർ? ആ ചാപ്റ്ററിൽ തന്നെ നമ്മൾ സ്റ്റഡി ചെയ്യാണ്. എന്താണ് ഹോൾ നമ്പർ? എന്തായിരുന്നു? ഓൾ നാച്ചുറൽ നമ്പേഴ്സ് ടുഗദർ വിത്ത് സീറോ ആർ കാൾഡ് ഹോൾ നമ്പേഴ്സ് ഇല്ലേ? നമ്മൾ നാച്ചുറൽ നമ്പർ എന്ന് പറഞ്ഞാല് 1 2 3 ഇങ്ങനെ പോകും കൗണ്ടിങ് നമ്പേഴ്സ്. ഇതാണ് നാച്ചുറൽ നമ്പർ എന്ന് പറഞ്ഞാൽ. ഇതിലൊക്കെ സീറോ പെടുന്നുണ്ടോ? ഇല്ല. ഹോൾ നമ്പർ എന്ന് പറഞ്ഞാല് സീറോയുടെ ചേർത്ത് നമ്മൾ വിളിക്കുന്ന എല്ലാ നാച്ചുറൽ നമ്പേഴ്സിനെയും നമ്മൾ എന്ന് പറയും ഹോൾ നമ്പേഴ്സ് എന്ന് വിളിക്കും. അതിന്റെ കൂടെ എന്തുകൂടെ വരുന്നു? നാച്ചുറൽ നമ്പേഴ്സും വരുന്നു, അതിന്റെ കൂടെ സീറോയും കൂടെ ആഡ് ചെയ്ത് നമ്മൾ പറയുന്നതാണ് ഹോൾ നമ്പർ. അപ്പൊ ഹോൾ നമ്പർ എന്താണ്, നാച്ചുറൽ നമ്പർ എന്താണെന്ന് കഴിഞ്ഞ ക്ലാസ്സുകളിൽ സ്റ്റഡി ചെയ്തായിരുന്നു. അപ്പൊ ഇന്ന് നമ്മൾ നോക്കുന്നത് എന്താണ് ഇൻഡിജേഴ്സ്. അപ്പം നാച്ചുറൽ നമ്പർ എന്താണ്, ഹോൾ നമ്പർ എന്താണ് നമുക്കറിയാമേ. അത് നോക്കിയേ. ഇൻ ദിസ് ചാപ്റ്റർ we shall extended our number system from whole numbers to integers. അപ്പൊ ഈ ചാപ്റ്റർ നമ്മൾ എന്തുവാ ചെയ്യുന്നത്? ഹോൾ നമ്പർ എന്ന് പറയുന്ന അല്ലേ, ഹോൾ നമ്പർ നമ്മൾ പഠിച്ചു. ആ നമ്പർ സിസ്റ്റത്തെ എന്ത് ചെയ്യുന്നു? നമ്മൾ ഇൻഡിജേഴ്സ് ആയിട്ട് നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്യുകയാണ് നമ്പേഴ്സിനെ ചെയ്യുന്നത്. We shall discuss the representation of integers on the number line, operations on integers and their properties. അപ്പോൾ ഈ ചാപ്റ്ററിൽ നമ്മൾ എന്തൊക്കെയാ സ്റ്റഡി ചെയ്യുന്നത്? ഇൻഡിജേഴ്സ് എന്താണ് നമ്മൾ പഠിക്കും. അതുപോലെ ഇൻഡിജേഴ്സിനെ നമ്മൾ എന്താണ് ഒരു നമ്പർ ലൈനിൽ എങ്ങനെ റെപ്രസെന്റ് ചെയ്യുന്നു, അതുപോലെ അതിന്റെ ഓപ്പറേഷൻസ്, പ്രോപ്പർട്ടീസ് തുടങ്ങിയ കാര്യങ്ങളാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ അത് നമ്മൾ ഇൻട്രൊഡക്ഷൻ ടു ഇൻഡിജേഴ്സ്. അപ്പൊ എന്താണ് ഇൻഡിജേഴ്സ് എന്ന് നോക്കണമല്ലോ. ശ്രദ്ധിച്ച് numbers when a smaller whole number is subtracted from a larger one we get a whole number. നമ്മൾ സാധാരണ എന്താ ചെയ്യുന്നത്? ഒരു വലിയ സംഖ്യയിൽ നിന്ന് ഒരു ലാർജ് നമ്പറിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? ഒരു സ്മാൾ നമ്പറിനെ കുറയ്ക്കുന്നു. നമുക്ക് ആൻസർ എന്താ കിട്ടി? 1 എന്ന് കിട്ടി. കിട്ടിയില്ലേ? 4 - 3 എത്ര? ഇത് നമ്മൾ എന്ത് ചെയ്യുന്നു? 3 എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു സ്മാൾ നമ്പർ. സ്മാൾ നമ്പറിൽ നിന്ന് നമ്മൾ ഒരു ലാർജ് നമ്പർ കുറയ്ക്കുന്നു, സബ്ട്രാക്ട് ചെയ്തു. അപ്പൊ നമ്മുടെ ആൻസർ എന്താ കിട്ടുന്നു? -2 എന്നാണ് കിട്ടുന്നത് അല്ലേ? ഒരു ലാർജ് നമ്പറിൽ നിന്ന് ഒരു സ്മാൾ നമ്പർ കുറയ്ക്കുമ്പോൾ നമുക്കൊരു ഹോൾ നമ്പർ കിട്ടും ഇല്ലേ? നല്ല ക്ലിയർ ആയിട്ടുള്ള ഹോൾ നമ്പർ നമുക്ക് കിട്ടുന്നു. പക്ഷെ ഒരു സ്മാൾ നമ്പറിൽ നിന്ന് ഒരു ലാർജ് നമ്പർ കുറയ്ക്കുമ്പോൾ നമുക്ക് 2 എന്ന് മാത്രമാണ് ആൻസർ കിട്ടുന്നത്. അല്ല, അതിന്റെ കൂടെ ഒരു സൈനും കൂടെ വരുന്നുണ്ട്. അപ്പൊ എന്താണ്? ഒരു ക്ലിയർ ഹോൾ നമ്പർ ആയോ? നോക്കിക്കേ. ബട്ട് വാട്ട് അബൌട്ട് 3 - 5 ഇല്ലേ? 3 - 5 നമുക്ക് എന്താ ആൻസർ കിട്ടുന്നത്? -2 എന്ന് വരും. അതുപോലെ 5 - 8 നമ്മുടെ ആൻസർ എത്രയാണ്? -3 എന്ന ഒരു സ്മാളർ നമ്പറിൽ നിന്ന് ഒരു ലാർജ് നമ്പർ കുറയ്ക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസറിന്റെ കൂടെ എല്ലാം എന്ത് കാണും? ഒരു സൈൻ കാണും ഇല്ലേ? അതായത് നെഗറ്റീവ് എന്നൊരു സൈൻ കാണില്ലേ? നെഗറ്റീവ് എന്ന് പറയുന്ന അല്ലെങ്കിൽ മൈനസ് എന്ന് പറയുന്ന ഒരു സൈൻ വന്നു. നോക്കിക്കേ. Clearly there are no whole numbers to represent them. So ഇത് റെപ്രസെന്റ് ചെയ്യാൻ നമുക്ക് ഒരു ഹോൾ നമ്പർ ഉണ്ടോ? -2 എന്ന് പറഞ്ഞാൽ എന്താ? 2 ന്റെ ഒരു സൈൻ കൂടെ വരുമ്പോൾ എന്താ? അതൊരു ക്ലിയർ ആയിട്ടുള്ള ഹോൾ നമ്പർ ആണോ? അല്ല. So there is need to extend our whole number system so as to contain numbers to represent the above difference. അപ്പോൾ ഇത് നമുക്ക് എന്ത് ചെയ്യണം? ഇതും നമുക്ക് എന്താണ്? ഒരു കറക്റ്റ് ഇതിൽ നമുക്ക് കാണിക്കണം. അതിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നു? ഹോൾ നമ്പർ എന്ന് പറയുന്ന ഒരു നമ്പർ സിസ്റ്റത്തെ നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്ത് പഠിക്കുകയാണ് ചെയ്യാൻ പോകുന്നത്. നോക്കിക്കേ. Corresponding to natural numbers 1 2 3 4 5 6 we
introduce new number denoted by -1, -2, -3. ഇതാണ് പറയുന്നത്. നമ്മുടെ സാധാരണ നമ്മുടെ കൗണ്ടിങ് നമ്പേഴ്സ് പറയില്ലേ, 1, 2, 3, 4 ഇങ്ങനെ നമ്മൾ കൗണ്ടിങ് നമ്പേഴ്സ് പറയാറുണ്ട്. അതുപോലെ നമുക്ക് എന്തും പറയാം, -1, -2, -3, -4 ഇങ്ങനെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, പറഞ്ഞു പോകുന്നുണ്ട് അല്ലേ. കാരണം നമ്മളൊരു സ്മാളർ നമ്പറിൽ നിന്ന് ഒരു ലാർജ് നമ്പറിനെ നമുക്ക് കുറയ്ക്കുമ്പോൾ ഇങ്ങനെയുള്ള ആൻസർ ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. മൈനസ് സൈനോട് കൂടിയിട്ടുള്ള ഒരു ആൻസർ ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. അപ്പൊ ഈ നമ്പറിനെ നമുക്ക് റെപ്രസെന്റ് ചെയ്യണമല്ലോ. ഹോൾ നമ്പേഴ്സിനെ നമ്മൾ കാണിക്കുന്നത് പോലെ തന്നെ ഈ നമ്പേഴ്സിനെ നമുക്ക് റെപ്രസെന്റ് ചെയ്യണം അല്ലേ. നോക്കിക്കേ, അപ്പൊ ഇതിന് നമ്മൾ എന്താ വിളിക്കുന്നത്, -1, -2, -3, -4 ഇങ്ങനെ പോകും. കാർഡ് -1, -2, -3, -4, -5, -6 respectively such that 1 plus -1 is equal to 0, 2 plus -2 is equal to 0, 3 plus -3 is equal to 0 ആണ്. സോ എന്താണ് പറയുന്നത്, നമുക്ക് ഹോൾ നമ്പേഴ്സ് അറിയാം അല്ലേ, നാച്ചുറൽ നമ്പേഴ്സ് അറിയാം, കൗണ്ടിങ് നമ്പേഴ്സ് നമുക്ക് അറിയാം. അപ്പൊ നമ്മൾ പുതിയ നമ്പേഴ്സ് നമ്മൾ പഠിക്കാം. മൈനസ് ചേർത്ത് വേണ്ട പുതിയ നമ്പേഴ്സിനെ നമ്മളിപ്പോ നോക്കി പറയുന്നത് 1 plus -1 പറഞ്ഞാൽ ആൻസർ എത്ര വരും, 0. 2 plus -2 എന്ന് പറഞ്ഞാൽ ആൻസർ എത്രയാണ്, 0 അല്ലേ. 3 plus -3 എന്ന് പറഞ്ഞാൽ ആൻസർ എത്ര ആയിരിക്കും, 0 തന്നെ ആയിരിക്കും. മനസ്സിലാകുന്നത്? ശ്രദ്ധിച്ചേ, -1 and 1 are the opposite of each other. ഈ 1 എന്ന് പറയുന്നത് -1 എന്ന് പറഞ്ഞാൽ എന്താണ്, രണ്ടും ഓപ്പോസിറ്റ് ആണ് അല്ലേ. അതുപോലെ 2 എന്ന് പറഞ്ഞാൽ -2 എന്ന് പറഞ്ഞാൽ എന്താണ്, രണ്ടും ഓപ്പോസിറ്റ് ആണ്. 3 എന്ന് പറഞ്ഞാൽ -3 എന്ന് പറഞ്ഞാൽ എന്താണ്, രണ്ടും ഓപ്പോസിറ്റ് ആണ്. ഓക്കെ, -1 and 1 are the opposite of each other. ഇത് പരസ്പരം എന്താണ്, ഓപ്പോസിറ്റ് ആണ്. -2 and 2 are the opposite of each other. -3 and 3 are the opposite of each other and so on. So -4 ആയാലും 4 ആയാലും എന്ത് തന്നെയാണ് അല്ലേ. 4 plus -4 എന്ന് പറഞ്ഞാൽ ആൻസർ എന്താ, 0 തന്നെ. അപ്പൊ ഇങ്ങനെയാണ് പോകും, മുമ്പോട്ട് പോകും. Thus our new collection together with the whole numbers become -3, -2, -1, 0, 1, 2, 3. These numbers are called integers. നമുക്ക് എന്ത് കിട്ടി, ഹോൾ നമ്പർ കിട്ടി. എന്താണ് 1, 2, 3 എന്ന് പറയുന്ന ഹോൾ നമ്പർ നമുക്ക് കിട്ടി. അതുപോലെ പുതിയ സംഖ്യ നമ്മൾ പഠിച്ചതാണ് -1 അല്ലേ, -2, -3. എന്താണ് ഈ എല്ലാ സംഖ്യകളും കൂടെ കൂട്ടിച്ചേർത്ത് നമ്മൾ വിളിക്കുന്ന പേരാണ് ഇന്റിജേഴ്സ് എന്ന് പറയുന്നത്. അതിനകത്ത് 0 വരും ഇല്ലേ, 1, 2, 3 വരുന്നുണ്ട്, -1, -2, -3 തുടങ്ങി ഇങ്ങോട്ടും വരുന്നുണ്ട്, അങ്ങോട്ട് 1, 2, 3, 4 വരുന്നുണ്ട്, നടുക്ക് നമ്മുടെ 0യും വരുന്നുണ്ട്. അപ്പൊ ഈ സംഖ്യയുടെ എല്ലാം കൂടെ കൂട്ടിച്ചേർത്ത് നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്, ഇന്റിജേഴ്സ്. എന്താണ് വിളിക്കുന്നത്, ഇന്റിജേഴ്സ്. ആ ടെക്സ്റ്റിൽ നോക്കിക്കേ, thus our new collection together with the whole numbers become -3, -2, -1, 0, 1, 2, 3 ഇല്ലേ, and so on. These numbers are called integers. ഈ നമ്പറിനെ എല്ലാം നമ്മൾ കൂട്ടിച്ചേർത്ത് വിളിക്കുന്നതാണ് ഇന്റിജേഴ്സ് എന്ന്. നമുക്കൊക്കെ മനസ്സിലായോ? ഇത്രയേ ഉള്ളൂ. നമ്മൾ ഹോൾ നമ്പർ പഠിച്ചു ഇല്ലേ, 1, 2, 3 എന്നുള്ള ഹോൾ നമ്പറും കൗണ്ടിങ് നമ്പർ ഒക്കെ നമ്മൾ പഠിച്ചതാണ്. അപ്പൊ അതിന്റെ കൂട്ടത്തിൽ നമ്മൾ എന്താണ്, അതൊക്കെ എന്താണ് ഒരു ലാർജ് നമ്പറിൽ നിന്നൊക്കെയുള്ള ഹോൾ നമ്പർ നമുക്ക് കിട്ടുന്നത്. ഇപ്പൊ 3 ഡിജിറ്റ് എക്സാമ്പിൾ എഴുതിയതാ. ഇനി നമ്മളൊരു ചെറിയ സംഖ്യയിൽ നിന്നാണ് നമ്മൾ എന്തോ ചെയ്യുന്നത്, ഒരു വലിയ സംഖ്യ കുറയ്ക്കുന്നെങ്കിൽ തീർച്ചയായിട്ടും ആ ആൻസറിന്റെ കൂടെ നമുക്ക് എന്താണ് സൈൻ വരും അല്ലേ. അപ്പൊ ഈ സൈൻ ഇട്ട സംഖ്യകൾ നമുക്ക് എന്താണ് റെപ്രസെന്റ് ചെയ്യണം. ഹോൾ നമ്പറും നാച്ചുറൽ നമ്പറും റെപ്രസെന്റ് ചെയ്യുന്നത് പോലെ തന്നെ ഈ സൈൻ ഇട്ട സംഖ്യകൾ നമുക്ക് റെപ്രസെന്റ് ചെയ്യണം. അതാണ് ഇത് ഇന്റിജേഴ്സ് എന്ന് പറയുന്നത്. ഈ ഇന്റിജേഴ്സ് എന്തൊക്കെയുണ്ട്, ഈ മൈനസ് സൈൻ ഇട്ട സംഖ്യകളുണ്ട്, 0 ഉണ്ട്, പിന്നെ പോസിറ്റീവ് സൈൻ വരുന്ന സംഖ്യകളുണ്ട് കേട്ടോ. അപ്പൊ ഇതിനോട് നമ്മൾ ഒരുമിച്ച് വിളിക്കുന്ന പേരെന്താണ്, ഇന്റിജേഴ്സ്. The numbers 1, 2, 3, 4, 5, 6 are called positive integers. ഇപ്പൊ നമ്മൾ ഇത് പറഞ്ഞില്ലേ, ഇതില് ഈ 1, 2, 3 നമ്മൾ എന്താ ഈ സംഖ്യ മൊത്തത്തിൽ നമ്മൾ എന്ത് വിളിക്കുന്നു, ഇന്റിജേഴ്സ് എന്ന് വിളിക്കുന്നുണ്ട് ഇല്ലേ. നിങ്ങൾ നോക്കിക്കേ, -3, -2, -1, 0, 1, 2, 3 ഇങ്ങനെ പോകും സംഖ്യകൾ. അപ്പൊ ഇതില് ഈ മൊത്തം ഇന്റിജേഴ്സ് ആണെന്ന് പറഞ്ഞു. ഇതിൽ ഈ 1 തൊട്ടിൽ ഇങ്ങോട്ട് പോകുന്ന സംഖ്യകൾ, അതായത് 1, 2, 3, 4 അങ്ങനെ അങ്ങോട്ട് പോകുന്ന ഈ സംഖ്യകളെല്ലാം നമ്മൾ വിളിക്കുന്ന പേരാണ് പോസിറ്റീവ് ഇന്റിജേഴ്സ്. എന്ത് വിളിക്കുന്നു, പോസിറ്റീവ് ഇന്റിജേഴ്സ്. ഈ സംഖ്യകളെല്ലാം നമ്മൾ 1, 2, 3 തുടങ്ങി അങ്ങോട്ട് പോകുന്ന സംഖ്യകളെല്ലാം നമ്മൾ വിളിക്കുന്ന പേരാണ് പോസിറ്റീവ് ഇന്റിജേഴ്സ്. ഇനി ഇവിടെ കണ്ടോ,
ഈ -1 ഇങ്ങോട്ട് പോകുന്ന സംഖ്യകളെല്ലാം നമ്മൾ വിളിക്കുന്നത് എങ്ങനെയാണ്? നെഗറ്റീവ് ഇൻഡിജർ എന്ന് വിളിക്കുന്നു. നെഗറ്റീവ് ഇൻഡിജർ. അപ്പൊ നമ്മള് ഇൻഡിജേഴ്സിനെ തന്നെ എത്രയായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നു? രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. പോസിറ്റീവ് ഇൻഡിജേഴ്സ് എന്നും നെഗറ്റീവ് ഇൻഡിജേഴ്സ് എന്നും. പോസിറ്റീവ് ഇൻഡിജേഴ്സിന്റെ എന്ത് പറയാൻ നമുക്ക് ഈ 1 2 3 ഇങ്ങനെ പോകുന്ന സംഖ്യകളെ പോസിറ്റീവ് ഇൻഡിജേഴ്സ് എന്നും -1 -2 -3 തുടങ്ങിയ സംഖ്യകളെ നമ്മൾ നെഗറ്റീവ് ഇൻഡിജേഴ്സ് എന്നും പറയുന്നു. നമ്മൾ അടുത്ത് നോക്കിക്കേ, 0 ഈസ് ആൻ ഇൻഡിജർ. നമ്മൾ 0 എന്താണ്? ഇൻഡിജർ എന്നാണ് പറഞ്ഞത് അല്ലേ? 0 ഇൻഡിജർ ആണ്. പക്ഷെ 0 എന്താണ്? പോസിറ്റീവും അല്ല നെഗറ്റീവും അല്ല. 0 ഈസ് ആൻ ഇൻഡിജർ which is neither positive nor negative. അപ്പൊ എന്താണ് 0 എന്ന് പറഞ്ഞാൽ പോസിറ്റീവ് ഇൻഡിജറിന്റെ കൂട്ടത്തിലും വരുന്നില്ല, നെഗറ്റീവ് ഇൻഡിജറിന്റെ കൂട്ടത്തിലും വരുന്നില്ല. ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയില്ലേ? ഇൻഡിജേഴ്സ് എന്താണെന്ന് നമ്മൾ നോക്കി. ഇൻഡിജേഴ്സിനെ നമ്മൾ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്, പോസിറ്റീവ് ഇൻഡിജറും നെഗറ്റീവ് ഇൻഡിജറും. പോസിറ്റീവ് ഇൻഡിജർ എന്ന് പറഞ്ഞാൽ 1 2 3 4 അങ്ങനെയാണ് പോകുന്ന സംഖ്യകളെ പോസിറ്റീവ് ഇൻഡിജർ എന്നും, -1 -2 -3 പറഞ്ഞു പോകുന്ന സംഖ്യകളെ നമ്മൾ നെഗറ്റീവ് ഇൻഡിജർ എന്നും വിളിക്കുന്നു. 0 ഒരു ഇൻഡിജർ ആണെങ്കിലും എന്താണ്? നെഗറ്റീവും അല്ല പോസിറ്റീവും അല്ല. ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയില്ലേ? അത് നോക്കിക്കേ, in our daily life we come across statements opposite to each other. We use positive and negative integers for their representation. അപ്പോൾ നമ്മുടെ റെപ്രസെന്റേഷന് വേണ്ടിയിട്ട് പോസിറ്റീവ് നെഗറ്റീവ് ഇൻഡിജർ എങ്ങനെ യൂസ് ചെയ്യുന്നതാണ് നമ്മൾ കുറച്ച് എക്സാമ്പിൾ നോക്കാൻ പോകുന്നത്. അതിലെ ഫസ്റ്റ് എക്സാമ്പിൾ നോക്കിക്കേ, we know that the heights of places are measured as distance from a sea level. നമ്മൾ ഒരു സ്ഥലത്തിന്റെ ഹൈറ്റ് ആ സീ ലെവൽ ആയിട്ട് നമ്മൾ വെച്ചിട്ട് നോക്കാൻ പോവുകയാണ്. നോക്കിക്കേ, we shall represent a height of, നമ്മൾ എങ്ങനെ പറയും? 5 kilometer above sea level. അപ്പോൾ ഒരു സ്ഥലത്തിന്റെ ഹൈറ്റ് എന്ന് പറയുന്നത് കടലിന്റെ സീ ലെവൽ വെച്ചിട്ട് 5 കിലോമീറ്റർ മുകളിലാണ് എന്ന് നമ്മൾ പറയും. എബോവ് സീ ലെവൽ ആണെന്ന് പറയാൻ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ എന്താ ഉപയോഗിക്കുന്നത്? +5 ആണ് യൂസ് ചെയ്യണം. എന്താണ്? 5 കിലോമീറ്റർ മുകളിലാണ് ഒരു സ്ഥലത്തിന്റെ ഉയരം. കടലിൽ വെച്ചിട്ടില്ലേ, കടലിന്റെ ആ ലെവൽ വെച്ചിട്ട് ഒരു സ്ഥലത്തിന്റെ ഹൈറ്റ് എന്ന് പറയുന്നത് ആ കടലിന്റെ ലെവലിനേക്കാളും 5 കിലോമീറ്റർ ഹൈറ്റ് മുകളിലാണ്, എബോവ് ആണെന്ന് പറയുമ്പോൾ നമ്മൾ ആ 5ന്റെ കൂടെ എന്ത് ആഡ് ചെയ്യണം? പ്ലസ് ആയിട്ടാണ് നമ്മൾ പറഞ്ഞില്ലേ, +5 എന്ന് പറയും, അല്ലെങ്കിൽ പോസിറ്റീവ് 5 എന്നൊക്കെ നമ്മൾ പറയും. എന്താണ്? +5 മുകളിലാണ്, എബോവ് ആണെന്ന് കാണിക്കുന്നതിനാണ് നമ്മൾ ഇവിടെ പ്ലസ് ആയി ഇട്ട് കൊടുത്തത്. അത് നോക്കിയേ, 5 കിലോമീറ്റർ ബിലോ സീ ലെവൽ, അതായത് കടലിന്റെ ആ ലെവലിൽ നിന്നും 5 കിലോമീറ്റർ താഴെ ബിലോ ആണ് സ്ഥലത്തിന്റെ ഹൈറ്റ് എന്ന് പറയാൻ നമ്മൾ എന്ത് സൂചിപ്പിക്കും? ആ 5ന്റെ കൂടെ മൈനസ് ചേർത്തു അല്ലേ, നെഗറ്റീവ് അല്ലെങ്കിൽ മൈനസ് സൈൻ ചേർത്ത്, -5 -5 താഴെയാണിത് ആ ഒരു സ്ഥലത്തിന്റെ ഹൈറ്റ് എന്ന് പറയുന്നത്. അപ്പൊ മനസ്സിലായി, നമ്മൾ എബോവ് പറയുമ്പോൾ പോസിറ്റീവ് ചിഹ്നമാണ് ചേർക്കുന്നത്, അതായത് ഒരു ഇതിനേക്കാളും മുകളിൽ എന്നും പറയും. അതായത് കടൽനിരപ്പിന്റെ മുകളിലാണ് അതിന്റെ ഹൈറ്റ്, 5 കിലോമീറ്റർ മുകളിലാണെന്ന് പറയാനാണ് നമ്മൾ ഈ പോസിറ്റീവ് സൈൻ ചേർത്തത്. ബിലോ താഴെയാണ് കാണിക്കാൻ വേണ്ടി നമ്മൾ എന്ത് കാണിക്കുന്നു? നെഗറ്റീവ് സൈൻ ചേർക്കുന്നു. ഇതേ കാര്യം മനസ്സിലായോ? അടുത്ത എക്സാമ്പിൾ നോക്കേ, we know that the freezing point of water is 0 degree Celsius. വാട്ടറിന്റെ ഫ്രീസിംഗ് പോയിന്റ് എത്ര? 0 degree Celsius ആണ്. We shall represent a temperature of, നമ്മൾ ടെമ്പറേച്ചർ റെപ്രസെന്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? 50 degree Celsius above the freezing point of water. വാട്ടറിന്റെ എത്രയാണ്? 50 degree Celsius above ആണ് വാട്ടറിന്റെ ഫ്രീസിംഗ് പോയിന്റ് നമ്മൾ പറയുന്നു. അപ്പൊ എബോവ് ആയിരിക്കാൻ നമുക്ക് ആ 15ന്റെ കൂടെ 50 ഡിഗ്രി സെൽഷ്യസിന്റെ കൂടെ എന്താ ആഡ് ചെയ്യാം? എബോവ് ആണെന്ന് പറയുമ്പോൾ പ്ലസ് ആഡ് ചെയ്യും, +50 ഡിഗ്രി സെൽഷ്യസ്. ഈ പ്ലസ് എന്തുകൊണ്ടാണ് പറഞ്ഞത്? എബോവ് ആണെന്ന് പറഞ്ഞു അല്ലേ, 50 ഡിഗ്രി സെൽഷ്യസ് എബോവ് ഫ്രീസിംഗ് പോയിന്റ് വാട്ടറിൽ. അപ്പൊ എബോവ് പറഞ്ഞാൽ നമ്മൾ എന്ത് ചേർക്കും? പ്ലസ് ചേർക്കും. അടുത്ത സെന്റൻസ് നോക്കിയേ, 50 ഡിഗ്രി സെൽഷ്യസ് ബിലോ ദ ഫ്രീസിംഗ് പോയിന്റ് ഓഫ് വാട്ടർ. വാട്ടറിന് അല്ലേ എന്താണ് ഫ്രീസിംഗ് പോയിന്റ് എത്ര? ബിലോ 50 ഡിഗ്രി സെൽഷ്യസ്. അപ്പൊ നമ്മൾ ഏത് സൈൻ ചേർത്തിട്ട് ഈ 50 ഡിഗ്രി റെപ്രസെന്റ് ചെയ്യും? നെഗറ്റീവ് സൈൻ ചേർത്തില്ലേ, മൈനസ് സൈൻ ചേർത്ത് റെപ്രസെന്റ്. അപ്പൊ എബോ വന്നപ്പോൾ നമ്മൾ എന്ത് യൂസ് ചെയ്തു? ഈ പ്ലസ് ചിഹ്നം യൂസ് ചെയ്തു അല്ലേ. ബിലോ വന്നപ്പോഴോ നമ്മൾ നെഗറ്റീവ് ചിഹ്നം യൂസ് ചെയ്തു. അപ്പൊ നമ്മൾ ഏതെങ്കിലും ഒരു ഹൈറ്റ് ആയാലും അല്ലെങ്കിൽ അടുത്ത ഇവിടെ ഫ്രീസിംഗ് പോയിന്റ് വന്നു, പക്ഷെ നമ്മൾ എബോവ് ആണെങ്കിൽ കൂടുതലാണെന്നൊക്കെ നമ്മൾ പറയുമ്പോൾ ഗെയിൻ ആണ് അല്ലെ, നേട്ടം നമ്മൾ പറയുമ്പോൾ നമ്മൾ എന്ത് ചേർക്കണം? പ്ലസ് ആഡ് ചെയ്യണം. ആ സംഖ്യകളുടെ പ്ലസ് ആഡ് ചെയ്യുക. ലോസ് ആണ്, നഷ്ടമാണ്, അല്ലെങ്കിൽ താഴെയാണ്, ബിലോ എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ സംഖ്യയുടെ കൂടെ നെഗറ്റീവ് സൈൻ ആയിരിക്കും ചേർക്കുന്നത്. അപ്പം ഈ രണ്ട് എക്സാമ്പിൾ മനസ്സിലായില്ലേ? നമ്മൾ എബോവ് പറഞ്ഞപ്പോഴെന്താണ് നമ്മൾ പ്ലസ് ആഡ് ചേർത്തത്, ബിലോ പറഞ്ഞപ്പോൾ നമ്മൾ മൈനസ് ചേർത്തു. അടുത്ത നോക്കിക്കേ, representation of integers on the number line. ഇനി ഈ ഇന്റിജേഴ്സിനെല്ലാം നമ്മൾ എങ്ങനെ ഒരു നമ്പർ ലൈൻ വരച്ചിട്ട് അതിൻ്റെ അകത്ത്
റെപ്രസെന്റ് ചെയ്യുന്നത് നോക്കാം. പിന്നെ അടുത്ത നമ്മൾ നോക്കുന്നത് എന്താണ്? റെപ്രസെന്റേഷൻ ഓഫ് ഇന്റിജേഴ്സ് ഓൺ ദ നമ്പർ ലൈൻ. നമ്പർ ലൈനിൽ നമ്മൾ എങ്ങനെ ഇന്റിജേഴ്സിനെ റെപ്രസെന്റ് ചെയ്യുന്നു എന്ന് നോക്കാം. ശ്രദ്ധിച്ചേ. We draw a line and fix a point almost in the middle of it. We call it 0. We set off equal distances on the right hand side as well as on the left hand side of 0. On the right hand side we label the point of division as 1, 2, 3, 4, 5 etc. While on the left hand side these are labeled as -1, -2, -3, -4, -5 etc. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാനാണ് പറയുന്നത്? ആദ്യം നമ്മൾ എന്ത് ചെയ്യണം കേട്ടോ? ഇതുപോലെ നമ്മളൊരു ലൈൻ വരയ്ക്കുന്നു. വരച്ചിട്ട് എന്താണ് അതിന്റെ മിഡിലായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? 0 എന്ന് പറഞ്ഞൊരു പോയിന്റ് നമ്മൾ അടയാളപ്പെടുത്തും. നമ്മുടെ ടെക്സ്റ്റ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കണ്ടോ, ഓൾമോസ്റ്റ് ഇൻ ദ മിഡിൽ നമ്മൾ എന്തൊരു പോയിന്റ് അടയാളപ്പെടുത്തുന്നു. ആ പോയിന്റ് ആണ് 0 എന്ന് പറയുന്നത്. അപ്പോൾ വി കോൾ ഇറ്റ് 0. അതിനുശേഷം ഈ 0യുടെ റൈറ്റ് സൈഡ് ആയാലും ലെഫ്റ്റ് സൈഡ് ആയാലും എന്താണ്, നമ്മൾ ഈക്വൽ പോയിന്റില് ഈക്വൽ ഡിസ്റ്റൻസിന് ഓരോ പോയിന്റ് നമ്മൾ അടയാളപ്പെടുത്തി ഇടുന്നു. രണ്ട് സൈഡിലും 0യുടെ റൈറ്റ് ഹാൻഡ് സൈഡിലും ലെഫ്റ്റ് ഹാൻഡ് സൈഡിലും നമ്മൾ എന്ത് ചെയ്യുന്നു? ഈക്വൽ ഡിസ്റ്റൻസിലാണ് നമ്മൾ പോയിന്റ് അടയാളപ്പെടുത്തുന്നത്. അതിനുശേഷം 0യുടെ റൈറ്റ് ഹാൻഡ് സൈഡിലോട്ട് നമ്മൾ ഓരോ പോയിന്റിലും നമ്മൾ എന്തെങ്കിലും 1, 2, 3, 4, 5 ഇങ്ങനെ നമ്പേഴ്സ് ഇടും. 0യുടെ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് നമ്മൾ എന്ത് ചെയ്യുന്നു? ആ ഇട്ട പോയിന്റ് നമ്മൾ -1, -2, -3, -4, -5 ഇങ്ങനെ നമ്മൾ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ഇതാണ് ഒരു നമ്പർ ലൈനിൽ നമ്മൾ എന്താണ് ഇന്റിജേഴ്സിനെ റെപ്രസെന്റ് ചെയ്യുന്നത്. ഈ ഒരു രീതിയിലാണ്. നടുക്ക് നമ്മൾ ആ ലൈനിന്റെ മിഡിലായിട്ട് നമ്മൾ 0 അടയാളപ്പെടുത്തുന്നു. അതിനുശേഷം റൈറ്റ് ഹാൻഡ് സൈഡിൽ 1, 2, 3, 4, 5 എന്ന് പറഞ്ഞിട്ട് നമ്മൾ പോസിറ്റീവ് ഇന്റിജേഴ്സിനെ ഇട്ട് കൊടുക്കുന്നു. ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ നമ്മൾ നെഗറ്റീവിലെ -1, -2, -3, -4 എന്ന് പറഞ്ഞിട്ട് എന്താണ് നെഗറ്റീവ് ഇന്റിജേഴ്സിനെ ഇട്ടു. ഇതാണ് നമ്മൾ ഇന്റിജേഴ്സിന്റെ ഒരു നമ്പർ ലൈൻ റെപ്രസെന്റ് ചെയ്യുന്നത് ഈ ഒരു രീതിയിലാണ്. Clearly 1 and -1 are at equal distance from 0 but in opposite direction. നമ്മൾ ആദ്യമേ പറഞ്ഞില്ലേ 0യുടെ റൈറ്റ് ഹാൻഡ് സൈഡിൽ ലെഫ്റ്റ് ഹാൻഡ് സൈഡിലാണ് എന്ത് വരുന്നത്? 1 ഉം -1 ഉം വരുന്നത്. 0യിൽ ഈക്വൽ ഡിസ്റ്റൻസ് ആണ് ഈ -1നും 1നും ഉള്ളത്. രണ്ടും എന്താണ്? ഓപ്പോസിറ്റ് ടു ഈച്ച് അതർ ആണ് ഇല്ലേ? രണ്ടും എന്താണ്? ഓപ്പോസിറ്റ് ടു ഈച്ച് അതർ. അതുപോലെ -2 ഉം 2 എന്താണ്? ഓപ്പോസിറ്റ് ആണ്. -3, 3 എന്താണ്? ഓപ്പോസിറ്റ് ആണ്. അപ്പൊ നമ്മൾ ഈ ഒരു രീതിയിലാണ് നമ്പർ ലൈൻ നമ്മുടെ ഇന്റിജേഴ്സ് നമ്പർ ലൈനെ റെപ്രസെന്റ് ചെയ്യുന്നത് ഈ ഒരു രീതിയിലാണ്. ഇനി ഓർഡറിംഗ് ഓഫ് ഇന്റിജേഴ്സ് നോക്കിക്കേ. As a consequence of the above discussion, it follows that we may represent every integer by some point on the number line. അല്ലേ? എല്ലാ ഇന്റിജേഴ്സിനും നമ്മൾ ഒരു പോയിന്റ് ഇട്ടിട്ടാണ് നമ്മുടെ നമ്പർ ലൈനിൽ റെപ്രസെന്റ് ചെയ്യുന്നത്. ഈ പോയിന്റുകൾ നമ്മൾ എന്താണ്? ഈക്വൽ ഡിസ്റ്റൻസ് ആയിരിക്കും ഉള്ളത്. If we represent two integers on a number line, we follow the convention that the number occurring to the right is greater than on the left and the number on the left is smaller than that of the right. അപ്പോൾ നമ്മൾ എന്താണ്? നമ്മളൊരു നമ്പർ ലൈനിൽ ഇന്റിജേഴ്സിനെ റെപ്രസെന്റ് ചെയ്യുമ്പോൾ റൈറ്റ് ഹാൻഡ് സൈഡിലുള്ള നമ്പറിൽ എന്താണ്? ഗ്രേറ്റർ നമ്പർ ആയിരിക്കും ഇല്ലേ? വലിയ സംഖ്യകളായിരിക്കും. അതുപോലെ തന്നെ നെഗറ്റീവ് വരുന്ന ഈ സംഖ്യകൾ മൈനസ് സൈൻ വരുന്ന 0ക്ക് ലെഫ്റ്റ് ഹാൻഡ് സൈഡിലുള്ള -2, -3, -4 ഈ സംഖ്യകളെല്ലാം ലെസ്സർ നമ്പറും അല്ലേ? 0ക്ക് റൈറ്റ് ഹാൻഡ് സൈഡിലുള്ള ഈ നമ്പേഴ്സ് 1, 2, 3 എല്ലാം ഗ്രേറ്റർ നമ്പറും ആയിരിക്കും. ആ രീതിയിലാണ് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത്. For that we have the following example. കുറച്ച് എക്സാമ്പിൾ വന്നിട്ടുണ്ട് ടെക്സ്റ്റ് കേട്ടോ. 3 greater than 1 എന്താണ്? 3 എന്ന് പറഞ്ഞാൽ 1നേക്കാളും വലുതാണ്. അപ്പൊ എന്താണ്? 1ന്റെ റൈറ്റ് സൈഡിലായിരിക്കും ഈ 3 റെപ്രസെന്റ് ചെയ്യുന്നത്. കണ്ടോ? 1ന്റെ റൈറ്റ് സൈഡിലാണ് 3 റെപ്രസെന്റ്. അതായത് നമ്മൾ ഈ ഒരു നമ്പർ ലൈൻ ഇട്ട് പോകുമ്പോൾ ഒരു സംഖ്യയെക്കാളും ഗ്രേറ്റർ ആയിട്ടുള്ള സംഖ്യകളായിരിക്കും അല്ലേ? കൂടിയ സംഖ്യകളായിരിക്കും റൈറ്റ് സൈഡിലോട്ട് എഴുതി പോകുന്നത്. 1നേക്കാളും ഗ്രേറ്റർ ആണ് 2 അല്ലെങ്കിൽ 3, 4. അപ്പൊ എന്താണ്? 1ന്റെ റൈറ്റ് സൈഡിലാണ് ഈ സംഖ്യകളെല്ലാം എഴുതിയിരിക്കുന്നത്. അപ്പൊ എന്താണോ ഇപ്പൊ 3 ഗ്രേറ്റർ ദാൻ 1 പറഞ്ഞാൽ 1നേക്കാളും ഗ്രേറ്റർ ആണ് 3. അതുകൊണ്ട് ഗ്രേറ്റർ സംഖ്യ 1ന്റെ എവിടെ എഴുതും? റൈറ്റ് ഹാൻഡ് സൈഡിലായിരിക്കും എഴുതി പോകുന്നത്. 1 greater than 0 അല്ലേ? 1 greater than 0 പൂജ്യത്തിനേക്കാളും വലുതാണ് 1. അതെന്താണ്? പൂജ്യത്തിന്റെ റൈറ്റ് സൈഡിലാണ് 1 എഴുതിയത്. അപ്പൊ ഗ്രേറ്റർ സംഖ്യകളെല്ലാം എന്താണ്? ഒരു സംഖ്യയുടെ റൈറ്റ് സൈഡിലായിരിക്കും നമ്മൾ എഴുതി പോകുന്നത്. അപ്പം 1നേക്കാളും ഗ്രേറ്റർ ആണ് 2, 2നേക്കാളും ഗ്രേറ്റർ ആണ് 3. കണ്ടോ? അതെല്ലാം എന്താ? റൈറ്റ് ഹാൻഡ് സൈഡിലാണ് നമ്മൾ ഒരു സംഖ്യയുടെ റൈറ്റിലായിട്ടാണ് നമ്മൾ എഴുതി പോയിരിക്കുന്നത്. അപ്പം കുറവുള്ള സംഖ്യ ആദ്യം എഴുതും, പിന്നെ എന്താണ്? കൂടുതലുള്ള സംഖ്യ പിന്നെ ഇത്ര വലിയ സംഖ്യ എഴുതും. ആ രീതിയിലാണ് ഫോളോ ചെയ്ത് പോകുന്നത്. അടുത്ത എക്സാമ്പിൾ ഉണ്ടോ? 0 greater than -1 ഇല്ലേ? എന്താണ്? 0 greater than -1. -1നേക്കാളും കൂടുതലാണ് 0. അതുകൊണ്ട് 0 എവിടെ എഴുതി?
-1ന്റെ റൈറ്റ് സൈഡിലാണ് 0 എഴുതിയിരിക്കുന്നത്. നെക്സ്റ്റ് നോക്കിക്കേ, -1 ഈസ് എന്താണ്? ഗ്രേറ്റർ ദാൻ -2 അല്ലേ? -1 ഈസ് ഗ്രേറ്റർ ദാൻ -2. കണ്ടോ? -2നേക്കാളും ഗ്രേറ്റർ ആണ് -1. അതുകൊണ്ട് -1 എവിടെയാണ് എഴുതിയിരിക്കുന്നത്? -2ന്റെ റൈറ്റ് സൈഡിൽ. ആ രീതിയിലാണ് നമ്മൾ പോകുന്നത്. നോക്കിക്കേ, ഇൻ ജനറൽ ദ ഫോളോയിങ് റിസൾട്ട് ആർ ക്വയറ്റ് ഒബ്വിയസ്. അപ്പൊ നമുക്ക് ഇനി കുറച്ച് കാര്യങ്ങൾ തന്നേക്കാം. നോക്കിക്കേ, 0 ഈസ് ലെസ് ദാൻ എവരി പോസിറ്റീവ് ഇന്റിജർ സിൻസ് 0 ഈസ് ടു ദ ലെഫ്റ്റ് ഓഫ് എവരി പോസിറ്റീവ് ഇന്റിജർ. എന്തോ പറയുന്നത്? 0 ഈസ് ലെസ് ദാൻ പോസിറ്റീവ് ഇന്റിജർ. അതായത് പോസിറ്റീവ് ഇന്റിജറായ 1, 2, 3യേക്കാളും ചെറിയതാണ് 0 എന്ന് പറയുന്നത്. അതുകൊണ്ട് എപ്പോഴും എന്താണ് അല്ലേ, 0ക്ക് ഈ പോസിറ്റീവ് ഇന്റിജറിന്റെ ലെഫ്റ്റിലായിരിക്കും 0 എഴുതുന്നത്. കണ്ടോ? 1, 2, 3, 4 ഇതിനേക്കാളും എല്ലാം ഈ തുടങ്ങിയ പോസിറ്റീവ് ഇന്റിജറിനേക്കാളും സ്മാളർ സംഖ്യയാണ് 0 എന്ന് പറയുന്നത്. അതുകൊണ്ട് എന്താണ് 0 എപ്പോഴും പോസിറ്റീവ് ഇന്റിജേഴ്സിന്റെ ലെഫ്റ്റ് സൈഡിൽ നമ്മൾ എഴുതുള്ളൂ. ലെഫ്റ്റ് സൈഡിലല്ലേ ഇത് പോസിറ്റീവ്, 1ന്റെ ലെഫ്റ്റ് സൈഡിലല്ലേ 0 നടക്കുന്ന, 2യുടെ ലെഫ്റ്റ് സൈഡിലല്ലേ 0 നടക്കുന്ന. അപ്പൊ എല്ലാ പോസിറ്റീവ് ഇന്റിജേഴ്സിന്റെ ലെഫ്റ്റ് സൈഡിൽ മാത്രമേ നമ്മൾ 0 എഴുതാറുള്ളൂ. കാരണം 0 എന്താണ്? ഈസ് ലെസ് ദാൻ എവരി പോസിറ്റീവ് ഇന്റിജർ. ഈ എല്ലാ പോസിറ്റീവ് ഇന്റിജറിനേക്കാളും ലെസർ ആണ് 0 എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് 0 നമ്മൾ പോസിറ്റീവ് ഇന്റിജേഴ്സിന്റെ ലെഫ്റ്റ് സൈഡിൽ അടയാളപ്പെടുത്തുന്നത്. മനസ്സിലായോ? സെക്കൻഡ് പോയിന്റ് നോക്കേ, 0 ഈസ് ഗ്രേറ്റർ ദാൻ എവരി നെഗറ്റീവ് ഇന്റിജർ സിൻസ് 0 ഈസ് ടു ദ റൈറ്റ് ഓഫ് എവരി നെഗറ്റീവ് ഇന്റിജർ. അപ്പൊ ഈ കാണിച്ചിരിക്കുന്ന എല്ലാ നെഗറ്റീവ് ഇന്റിജർ അല്ലേ, -1, -3, -4, -1 അങ്ങനെ തുടങ്ങിയ എല്ലാ നെഗറ്റീവ് ഇന്റിജറിനേക്കാളും എന്താണ് കൂടുതലാണ് അല്ലേ? എന്താണ് നെഗറ്റീവ് ഇന്റിജറിനേക്കാളും എല്ലാം ഗ്രേറ്റർ ആണ്. അതുകൊണ്ട് എന്താണ് എല്ലാ നെഗറ്റീവ് ഇന്റിജേഴ്സിന്റെയും എവിടെയായിരിക്കും നമ്മൾ എഴുതുന്നത്? റൈറ്റ് സൈഡിലാണ് എന്തോ എഴുതുന്നത്? 0 എഴുതുന്നത്. അത് നമ്മൾ പറഞ്ഞു 0 എന്ന് പറഞ്ഞാൽ എല്ലാ പോസിറ്റീവ് ഇന്റിജറിനേക്കാളും ലെസർ ആണ്. അതുകൊണ്ട് പോസിറ്റീവ് ഇന്റിജേഴ്സിന്റെ ലെഫ്റ്റ് സൈഡിലാണ് നമ്മൾ 0 അടയാളപ്പെടുത്തുന്നത്. രണ്ടാമത്തെ പോയിന്റ് നമ്മൾ എന്തോ പറഞ്ഞത്? 0 എന്ന് പറഞ്ഞാൽ എല്ലാ നെഗറ്റീവ് ഇന്റിജേഴ്സിനേക്കാളും ഗ്രേറ്റർ ആണ്. അതുകൊണ്ട് എല്ലാ നെഗറ്റീവ് ഇന്റിജേഴ്സിന്റെയും റൈറ്റ് സൈഡിലായിരിക്കും നമ്മൾ എന്തോ എഴുതുന്നത്? 0 എഴുതും ഇല്ലേ? -1ന്റെ റൈറ്റ് സൈഡ് അല്ലേ 0, -2ന്റെ റൈറ്റ് സൈഡ് അല്ലേ 0, -3യുടെ റൈറ്റ് സൈഡിലല്ലേ 0. അപ്പൊ അതുകൊണ്ട് നെഗറ്റീവ് ഇന്റിജേഴ്സ് എല്ലാ നെഗറ്റീവ് ഇന്റിജേഴ്സിനേക്കാളും കൂടുതലാണ്, ഗ്രേറ്റർ ആണ് നമ്മൾ 0 എന്ന് പറയുന്നത്. അതുകൊണ്ട് നെഗറ്റീവ് ഇന്റിജേഴ്സിന്റെ റൈറ്റ് സൈഡിലാണ് 0 എഴുതുന്നത്. അപ്പൊ മനസ്സിലായോ? എല്ലാ പോസിറ്റീവ് ഇന്റിജേഴ്സിന്റെ ലെഫ്റ്റ് സൈഡിലാണ് 0 അടയാളപ്പെടുത്തുന്നത്. എല്ലാ നെഗറ്റീവ് ഇന്റിജേഴ്സിന്റെ റൈറ്റ് സൈഡിലാണ് 0 അടയാളപ്പെടുത്തുന്നത്. അത് നോക്കിക്കേ, മൂന്നാമത്തെ പോയിന്റ്, എവരി പോസിറ്റീവ് ഇന്റിജർ ഈസ് ഗ്രേറ്റർ ദാൻ എവരി നെഗറ്റീവ് ഇന്റിജർ സിൻസ് എവരി പോസിറ്റീവ് ഇന്റിജർ ഈസ് ടു ദ റൈറ്റ് ഓഫ് എവരി നെഗറ്റീവ് ഇന്റിജർ. എന്തോ പറഞ്ഞത്? എല്ലാ പോസിറ്റീവ് ഇന്റിജേഴ്സും ഇല്ലേ, 1, 2, 3 എന്ന് പറയുന്ന എല്ലാ പോസിറ്റീവ് ഇന്റിജേഴ്സും എല്ലാ നെഗറ്റീവ് ഇന്റിജേഴ്സിനേക്കാളും ഗ്രേറ്റർ ആണ് അല്ലെ? -1നേക്കാളും വലുതാണ് 1, -2നേക്കാളും വലുതാണ് 2, -3യേക്കാളും വലുതാണ് 3. അങ്ങനെ പോകും. എല്ലാ പോസിറ്റീവ് ഇന്റിജേഴ്സും എല്ലാ നെഗറ്റീവ് ഇന്റിജേഴ്സിനേക്കാളും ഗ്രേറ്റർ ആണ്. അതുകൊണ്ട് എപ്പോഴും നെഗറ്റീവ് ഇന്റിജേഴ്സിന്റെ റൈറ്റ് സൈഡിലാണ് നമ്മൾ എന്ത് എഴുതുന്നത്? പോസിറ്റീവ് സൈഡിലുള്ള സംഖ്യകൾ എഴുതുന്നത്. മനസ്സിലായി? 3 പോയിന്റ്. അടുത്ത പോയിന്റ് നോക്കിയാൽ നാലാമത്തെ, ദ ഗ്രേറ്റർ ദ നമ്പർ ദ ലെസർ ഈസ് ഓപ്പോസിറ്റ്. എന്താണ്? ഏത് സംഖ്യയാണോ അപ്പം 1 എന്ന് പറഞ്ഞാൽ ഗ്രേറ്റർ ആണ്. അപ്പൊ അതിന്റെ ഓപ്പോസിറ്റ് ഏതാ? -1. അപ്പം ഗ്രേറ്റർ സംഖ്യകളുടെ എല്ലാ ഓപ്പോസിറ്റ് ലെസർ സംഖ്യകളായിരിക്കും വരുന്നില്ലേ? ഗ്രേറ്റർ നമ്പർ ആയിരിക്കും അതിന്റെ എല്ലാ ഓപ്പോസിറ്റ് എന്താണ്? ലെസർ നമ്പറുകളായിരിക്കും. ഈ 4 പോയിന്റ് മനസ്സിലായോ? പക്ഷെ ആദ്യം പറഞ്ഞു നമ്മൾ നമ്പറിലേക്ക് വരച്ചിട്ട് അതിനകത്ത് ഇന്റിജേഴ്സ് എങ്ങനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത് നമ്മൾ കാണിച്ചു. അതിനുശേഷം ഇത് പറഞ്ഞ എന്താണ്? നമ്മൾ അടയാളപ്പെടുത്തിയില്ലേ? 0, 1, 2, 3. അതായത് 0യുടെ റൈറ്റ് ഹാൻഡ് സൈഡിൽ നമ്മൾ എന്ത് ചെയ്തു? പോസിറ്റീവ് ഇന്റിജേഴ്സിനെ റെപ്രസെന്റ് ചെയ്തു. 0യുടെ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ നമ്മൾ നെഗറ്റീവ് ഇന്റിജേഴ്സിനെ എല്ലാം റെപ്രസെന്റ് ചെയ്തു. പിന്നെ നമ്മൾ പഠിച്ച പോയിന്റ് എന്താണ്? ആദ്യത്തെ പോയിന്റ് 0 ഈസ് എന്താണ്? ലെസ് ദാൻ പോസിറ്റീവ് ഇന്റിജർ. പോസിറ്റീവ് ഇന്റിജറിനേക്കാളും ലെസർ ആണ് 0 എന്ന് പറയുന്നത്. അതുകൊണ്ട് എപ്പോഴും പോസിറ്റീവ് ഇന്റിജേഴ്സിന്റെ ലെഫ്റ്റ് സൈഡിലായിരിക്കും നമ്മൾ 0 റെപ്രസെന്റ് ചെയ്യുന്നത്. രണ്ടാമത്തെ പോയിന്റ്, എല്ലാ നെഗറ്റീവ് ഇന്റിജേഴ്സിനേക്കാളും ഗ്രേറ്റർ ആണ് 0 എന്ന് പറയുന്നത്. അതുകൊണ്ട് എല്ലാ നെഗറ്റീവ് ഇന്റിജേഴ്സിന്റെ റൈറ്റ് ഹാൻഡ് സൈഡിലാണ് നമ്മൾ 0 അടയാളപ്പെടുത്തുന്നത്. മൂന്നാമത്തെ പോയിന്റ് എന്തോ പറഞ്ഞത്? എല്ലാ പോസിറ്റീവ് ഇന്റിജേഴ്സും ഇല്ലേ, എല്ലാ പോസിറ്റീവ് സംഖ്യകളും ഇല്ലേ, അല്ലെങ്കിൽ നെഗറ്റീവ് ഇന്റിജേഴ്സിനേക്കാളും കൂടുതലാണ്. പോസിറ്റീവ് സംഖ്യകൾ എന്താണ്? പോസിറ്റീവ് ഇന്റിജേഴ്സ് ഗ്രേറ്റർ ദാൻ നെഗറ്റീവ് ഇന്റിജേഴ്സ്. അതുകൊണ്ട് എപ്പോഴും നെഗറ്റീവ് ഇന്റിജേഴ്സിന്റെ റൈറ്റ് ഹാൻഡ് സൈഡിലാണ് നമ്മൾ ഈ പോസിറ്റീവ് ഇന്റിജേഴ്സിനെ അടയാളപ്പെടുത്തുന്നത് പറഞ്ഞത്. നാലാമത്തെ പോയിന്റ് എന്തോ പറഞ്ഞത്? എല്ലാ ഗ്രേറ്റർ സംഖ്യയാണ് എന്താ
ഓപ്പോസിറ്റ് ലെസ്സർ സംഖ്യകളായിരിക്കും. അതായത് 1ന്റെ ഓപ്പോസിറ്റ് ആണ് -1, 2, -2 അങ്ങനെയല്ല. ഈ 4 പോയിന്റ് ക്ലിയർ ആയോ? ക്ലിയർ ആയില്ലേ? നമുക്ക് എക്സാമ്പിൾ നോക്കാം. ഓക്കെ, ഫോർ എക്സാമ്പിൾ 4 ഗ്രേറ്റർ ദാൻ 3. എന്താണ് 4 ഗ്രേറ്റർ ദാൻ 3 എന്നാ പറഞ്ഞിരിക്കുന്നത് അല്ലേ? അപ്പൊ എന്ത് വരും? 3 എന്ന് പറഞ്ഞാൽ ലെസ്സർ സംഖ്യയാണ് അല്ലേ? കണ്ടോ, 4 ഗ്രേറ്റർ ദാൻ 3. 4 ഗ്രേറ്റർ ആയതുകൊണ്ട് തന്നെ 3 എന്ന് പറയുന്ന സംഖ്യയുടെ റൈറ്റ് സൈഡിലാണ് നമ്മൾ എന്ത് രേഖപ്പെടുത്തിയിരിക്കുന്നത്? 4 എന്ന് പറയുന്നത് അടയാളപ്പെടുത്തിയിരിക്കുന്നത്. കണ്ടോ, if a and b are two integers such that a greater than b. ഇപ്പൊ രണ്ട് സംഖ്യകൾ തന്നിരിക്കുന്നു, എയും ബിയും. അത് പോസിറ്റീവ് ഇന്റിജർ ആയതുകൊണ്ട് തന്നെ അവിടെ എന്താണ്? a ആണ് ഗ്രേറ്റർ, b ആണ് ലെസ്സർ സംഖ്യ അല്ലേ? ഇതാണ് രണ്ട് ഇന്റിജേഴ്സ് തന്നിരിക്കുന്നത്. എങ്ങനത്തെ ഇന്റിജേഴ്സ് ആണ്? a ഗ്രേറ്റർ ദാൻ b എന്ന് പറയുന്ന രണ്ട് ഇന്റിജേഴ്സ് തന്നിരിക്കുന്നു. അവിടെ a ആണ് വലുത്, b ആണ് ചെറുത്. ഈ നെഗറ്റീവ് ആയിട്ട് എന്തെങ്കിലും നോക്കിക്കേ, -a ലെസ്സർ ദാൻ -b. എന്താണ്? ഇവിടെ a ചെറിയ സംഖ്യയും b ആണ് ഇവിടുത്തെ വലിയ സംഖ്യ. കാരണം എന്താ? നെഗറ്റീവ് സൈൻ വന്നു. കണ്ടോ, മൈനസ് സൈൻ വന്നപ്പോഴത്തേക്കും a ചെറിയ സംഖ്യയായി, b വലിയ സംഖ്യയായി. Similarly, if a and b are integers such that a lesser than b, then -a greater than -1. അടുത്ത ഇക്വേഷൻ നമുക്ക് എങ്ങനെ എഴുതാം? a greater than b എന്താണ്? -a greater than -b. കണ്ടോ, ടെക്സ്റ്റിൽ ഇങ്ങനെ രണ്ട് ഇക്വേഷൻ നമുക്ക് തന്നിട്ടുണ്ട്. അടുത്ത എക്സാമ്പിൾ നോക്കിക്കേ. യൂസിംഗ് ദ നമ്പർ ലൈൻ റൈറ്റ് ദ ഇന്റിജർ വിച്ച് ഈസ് 1 more than 5. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ അതാണ്. അപ്പൊ നമ്മൾ എന്താണ് ടീച്ചർ ഈ നമ്പർ ലൈൻ ഇത് കുറച്ചുകൂടെ ചെറുതാക്കി ഈക്വൽ ഡിസ്റ്റൻസ് ഒന്ന് നോക്കാൻ വരുന്നത്. കാരണം നമ്മുടെ നെക്സ്റ്റ് ആ ക്വസ്റ്റ്യന്റെ ആൻസർ ചെയ്യണമെങ്കിൽ നമുക്ക് എന്താണ് 5 വരെ എഴുതാൻ നമുക്ക് തികയത്തില്ല നമ്പർ ലൈൻ. അതുകൊണ്ട് ടീച്ചർ ചെറുതാക്കി എഴുതിയിട്ട് നമ്പർ ലൈൻ ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്തേക്കും. കാരണം നമ്മുടെ ആൻസർ ചെയ്യാൻ വേണ്ടിയിട്ട് എങ്ങനെയാ ചെയ്യുന്നത് അറിയാൻ വേണ്ടിയിട്ട്. നോക്കിയാൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ 3 more than 5 ഇല്ലേ? 5ന് കൂടുതൽ വരുന്നു. 3 more than 3 5നേക്കാളും എന്താണ് 3 പ്രാവശ്യം കൂടുതൽ. നോക്കിക്കേ, അതിന്റെ ആൻസർ നമ്മൾ എന്ത് ചെയ്യും? If want to know our integer 3 more than 5, we start from 5 and proceed 3 steps to the right to obtain ഇല്ലേ നമ്മൾ ആൻസർ കിട്ടാൻ വേണ്ടി. നോക്കിക്കേ, അപ്പൊ നമ്മൾ 3 more than 5 ആണ് പറഞ്ഞെങ്കിൽ 5 ആണ് നമ്മൾ ആദ്യം എടുക്കുന്നത്. 5 വെച്ചിട്ട് എന്താണ് 3 സ്റ്റെപ്പ് നമ്മൾ റൈറ്റ് സൈഡിലോട്ട് പോകണം. 3 more than കൂടുതലല്ലേ പറയുന്നത്. അപ്പം 1, 2, 3 കണ്ടോ. 3 more than 5 എന്ന് പറഞ്ഞാല് 5ൽ നിന്ന് നമ്മൾ 3 സ്റ്റെപ്പ് മുമ്പോട്ട് പോകണം. കണ്ടോ, 5, 6 അല്ലേ? 5, 6, 7, 8. 1, 2, 3. 5 more than 3. അപ്പൊ നമ്മുടെ ആൻസർ എത്ര വന്നു? 8. അപ്പൊ 3 more than 5 എന്ന് വെച്ചാൽ എത്ര വരെ ആൻസർ? 8. അതായത് 5 വെച്ചിട്ട് 5ൽ നിന്ന് നമ്മൾ 3 സ്റ്റെപ്പ് 3 more than അല്ലേ? 3 സ്റ്റെപ്പ് നമ്മൾ മുമ്പോട്ട് വരയ്ക്കുമ്പോൾ നമുക്ക് 8 ചെന്ന് കിട്ടും. 3 അല്ലേ? 3 ആകുമ്പോഴത്തേനും 8ൽ വരും. ആൻസർ 8 ആണ്. ഈ 4 more than 5 എന്ന് പറഞ്ഞാൽ എങ്ങനെ പറഞ്ഞാൽ 5ൽ നിന്ന് എത്ര 4 സ്റ്റെപ്പ് മുമ്പോട്ട് പോകണം. അപ്പൊ ആൻസർ 9 വരും. മനസ്സിലായോ നിങ്ങൾക്ക്? 3 more than 5 എന്ന് പറഞ്ഞാൽ 5ൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യണം? 3 സ്റ്റെപ്പ് മുമ്പോട്ട് പോകുമ്പോൾ വരയ്ക്കുമ്പോൾ നമുക്ക് ആൻസർ വന്ന് നിൽക്കുന്ന മൂന്നാമത് നമ്മൾ വന്ന് വരയ്ക്കുന്ന ആൻസർ ഏതാണോ അതാണ് നമ്മുടെ 3 more than 5ന്റെ ആൻസർ എന്ന് പറയുന്നത്. അടുത്ത ആൻസർ നോക്കിക്കേ. 4 more than -1 അല്ലേ? 4 more than -1 അതാണ് നമ്മുടെ -1. -1 എന്താണ്? 4 more than ആണ് കൂടുതലാണ് പറയാം. നോക്കിക്കേ, 3 ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. 4 more than -1. അപ്പൊ -1ൽ നിന്ന് എത്രയാണ്? മോർ ദാൻ പറഞ്ഞേക്കാം. അപ്പൊ 4 ആണ് വരയ്ക്കാം. നോക്കിക്കേ, 0, 1, 2, 3, 4. 3 ആണ് അല്ലേ? നമ്മുടെ ആൻസർ 3 ആണ്. കാരണം 4 more than -1. -1ൽ നിന്ന് മോർ പറയേണ്ടത് റൈറ്റ് സൈഡിലോട്ട് കൂടുതൽ കൂടുതലാണ് വരച്ചു പോകണം. അപ്പൊ -1നേക്കാളും 4 more than ആണ്. അപ്പൊ നമ്മൾ -1ൽ ഇങ്ങനെ 1, 2, 3, 4. നാലാമത് നമ്മൾ വരച്ചപ്പോൾ ഏത് സംഖ്യ നമുക്ക് വന്നത്? 3. അപ്പൊ നമ്മുടെ ആൻസർ എത്ര? 3. മനസ്സിലായത്? ടീച്ചർ 2 നമ്പർ ലൈൻ വരച്ച് ഒരു എക്സാമ്പിൾ തന്നെ കാണിക്കുന്നതേ ഉള്ളൂ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. 5 less than 3. നമ്മൾ എന്ത് ചെയ്യണം? 5 less than 3 ആണ് പറഞ്ഞേക്കുന്നത് ഇല്ലേ? കുറഞ്ഞു പോകണം. നമ്മൾ എന്ത് ചെയ്യുന്നു? 5 less than 3 എന്നുള്ളതാണ് നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. 3 5 less than 3. അപ്പൊ 3 നമ്മൾ എന്ത് ചെയ്യണം? പ്ലസ് ചെയ്യുക, ഇങ്ങോട്ട് പോകണം. 1, 2, 3, 4, 5. 5 വരച്ചപ്പോ എവിടെ വന്നു? -2. അപ്പൊ നമ്മുടെ ആൻസർ എത്ര കിട്ടി? -2. അപ്പൊ മോർ ദാൻ എന്ന് പറയുമ്പോൾ നമ്മൾ ഏത് സംഖ്യയാണ് അതിൽ നിന്ന് റൈറ്റ് സൈഡിലോട്ട് വരച്ചിട്ട് കൂടി പോകും. ലെസ് ദാൻ പറയുമ്പോൾ നമ്മൾ താഴെ ഇങ്ങനെ കുറഞ്ഞു വരിക. അപ്പം 3 more than പറഞ്ഞാൽ 3ൽ നിന്ന് തുടങ്ങി 5 വരെ നമ്മൾ ഇങ്ങനെ
-3. 2 ലെസ് ദാൻ -3 എന്ന് പറഞ്ഞാൽ -3 എടുക്കുന്നു നമ്മൾ അല്ലേ. ഇവിടാണ് നമ്മൾ അടുത്ത ക്വസ്റ്റ്യൻ ടീച്ചർ മുമ്പ് ചെയ്ത ക്വസ്റ്റ്യനെ മാറ്റുകയാണ്. -2 -1 0 1 1 2 3 4. ടീച്ചർക്ക് താഴെ എല്ലാവർക്കും ഇങ്ങനെ ഈക്വൽ ഡിസ്റ്റൻസ് ഇല്ലാതെ എഴുതിയുള്ളൂ. അപ്പൊ നമ്മുടെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? 2 ലെസ് ദാൻ -3. അടക്കുന്നു -3. അവിടെ എത്ര പോകണം? 2 ലെസ് ദാൻ 1 2. അപ്പൊ നമ്മുടെ ആൻസർ എത്ര വന്നു? -5. കണ്ടോ? ഈ ഒരു രീതിയിലാണ് നമ്മൾ നമ്പർ ലൈൻ ഇങ്ങനെ ക്വസ്റ്റ്യൻ തരുവാണെങ്കിൽ എന്താണ് ചോദ്യം? യൂസിംഗ് ദ നമ്പർ ലൈൻ റൈറ്റ് ദ ഇന്റിജർ വിച്ച് ഈസ് എന്ന് ചോദിച്ചാൽ നമ്പർ ലൈൻ ഉപയോഗിച്ച് നമ്മൾ ഇങ്ങനെയാണ് ഒരു ആൻസർ കണ്ടുപിടിക്കുന്നത്. ഇപ്പൊ മനസ്സിലായ നമുക്ക് 3 മോർ ദാൻ 5 എന്തായിരുന്നു? 5 എടുക്കുക, അതിൽ നിന്ന് 3 പ്രാവശ്യം ഇങ്ങനെ വരച്ച് നോക്കണം. ആൻസർ ലാസ്റ്റ് 3 എന്ന് പറയുന്നത് നമ്മൾ ഏതാണോ വരയ്ക്കുന്നതാണ് നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. മോർ ദാൻ പറയുമ്പോൾ റൈറ്റ് സൈഡിലോട്ട് വരച്ച് പോവുക, ലെസ് ദാൻ പറയുമ്പോൾ താഴെ ഇങ്ങനെ ലെഫ്റ്റ് സൈഡിലോട്ട് വരച്ച് പോവുക. അടുത്ത എക്സാമ്പിൾ നോക്കിക്കേ. ഫില്ലിംഗ് ദ ബ്ലാങ്ക് ബൈ ദ അപ്രോപ്രിയേറ്റ് സിംബൽ ഗ്രേറ്റർ ദാൻ ഓർ ലെസ് ദാൻ ഇൻ ഈച്ച് ഓഫ് ദ ഫോളോയിങ് കേസസ്. കുറച്ച് ക്വസ്റ്റ്യൻ തന്നേക്കുവാണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ 0-3. അത് നമ്മൾ ഏത് ചിഹ്നം ചേർക്കണമെന്ന് പറഞ്ഞു. 0യെക്കാളും എപ്പോഴും കൂടുതലാണ് നമ്മുടെ പോസിറ്റീവ് ഇന്റിജർ എന്ന് പറയുന്നത്. അപ്പൊ അവിടെ നമ്മുടെ സിംബൽ ഏതാണ്? അല്ലേ, 3 ഗ്രേറ്റർ ആണ്. അപ്പം 3 ആണല്ലോ. 0 ലെസ് ദാൻ 3 ഈ ചിഹ്നം നമ്മൾ ചേർക്കുന്നത്. 3 ആണ് ഇവിടെ ഗ്രേറ്റർ എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. -4-0. -4 എന്ന് പറഞ്ഞാൽ 0യെക്കാളും എന്താണെന്ന് പറഞ്ഞു? ലെസർ ആണല്ലേ. നമ്മൾ നേരത്തെ പറഞ്ഞു എല്ലാ നെഗറ്റീവ് ഇന്റിജേഴ്സിനേക്കാളും വലുതാണ് നമ്മുടെ 0 എന്ന് പറയുന്നത്. ഈ ഒരു സിമ്പിളാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. കണ്ടോ? അടുത്ത സിമ്പിൾ നോക്കിക്കേ. -9-15. ഇവിടെ ഏതാണ് കൂടുതൽ? പോകുമ്പോൾ -9 ആണ് കൂടുതൽ അല്ലേ. -9 ഗ്രേറ്റർ ദാൻ -5. അടുത്ത ക്വസ്റ്റ്യൻ -37-17. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? -37-17. ഇതിൽ ഏതാണ് ഗ്രേറ്റർ? നിങ്ങൾ പറഞ്ഞ ഏതാണ് ഗ്രേറ്റർ? ഏതാണ്? 17 ആണ് ഗ്രേറ്റർ. കാരണം അവിടെ നെഗറ്റീവ് സൈൻ ഉണ്ട് ഇല്ലേ. അപ്പൊ എങ്ങനെ എഴുതാം നമുക്ക്? -7 കണ്ടോ, ഗ്രേറ്റർ ദാൻ 70. 70 ആണ് ഇവിടെ ഗ്രേറ്റർ ആയിട്ട് വന്നിരിക്കുന്നത്. അടുത്ത -10-10. നിങ്ങൾ പറഞ്ഞേ ഇതിൽ ഏതാ വന്നത്? ക്വസ്റ്റ്യൻ -10-10 എന്നാണ്. ഏതാ വലുത്? 10 ആണ് വന്നത്. അപ്പൊ -10 കണ്ടോ, ഈ ഒരു ചിഹ്നമാണ് അവിടെ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. -163. നമ്മുടെ ക്വസ്റ്റ്യൻ -236. ഏതാ വലുത്? 63 അല്ലേ. ഇവിടെ ഏതാണ് വലുത്? -163. നമ്മുടെ ആൻസർ ആയിരുന്നു -163 -236. മനസ്സിലായ ഇത്രയും കാര്യങ്ങൾ? ഓക്കെ, നമുക്ക് അടുത്ത അബ്സല്യൂട്ട് വാല്യൂ ഓഫ് ആൻ ഇന്റിജർ. അതായത് ഒരു ഇന്റിജറിന്റെ അബ്സല്യൂട്ട് വാല്യൂ എങ്ങനെയാണെന്നോ നമ്മൾ എങ്ങനെയാണ് അത് എഴുതുന്നത്? The absolute value of an integer is the numerical value of the integer regardless of its sign. ഇപ്പൊ എന്താണ് ഒരു ഇന്റിജറിന്റെ അബ്സല്യൂട്ട് വാല്യൂ എന്ന് വെച്ചാൽ സൈൻ എല്ലാം മാറ്റിയിട്ടുള്ള അല്ലേ, സൈൻ ഒഴിച്ചിട്ടുള്ള അതിന്റെ ന്യൂമറിക്കൽ വാല്യൂവിനെയാണ് നമ്മൾ ഒരു ഇന്റിജറിന്റെ അബ്സല്യൂട്ട് വാല്യൂ എന്ന് പറയുന്നത്. ടീച്ചർ പറഞ്ഞത് the absolute value of an integer is the numerical value of the integer regardless of its സൈൻ. എന്താണ് അബ്സല്യൂട്ട് വാല്യൂ എന്ന് പറഞ്ഞാല് ഒരു സംഖ്യയിൽ ഒരു ഇന്റിജർ തന്നിരുന്നാൽ അതിന്റെ അബ്സല്യൂട്ട് വാല്യൂ എന്ന് പറഞ്ഞാൽ എന്താണ്? അതിന്റെ സൈൻ എല്ലാം ഒഴിച്ചിട്ടുള്ള ന്യൂമറിക്കൽ വാല്യൂവിനെയാണ് നമ്മൾ അതിന്റെ അബ്സല്യൂട്ട് വാല്യൂ ഓഫ് ആൻ ഇന്റിജർ എന്ന് വിളിക്കുന്നത്. നമ്മുടെ ടെക്സ്റ്റിൽ എക്സാമ്പിൾ നോക്കിക്കേ. ദ അബ്സല്യൂട്ട് വാല്യൂ ഓഫ് -2. -2ന്റെ അബ്സല്യൂട്ട് വാല്യൂ എഴുതാൻ പറഞ്ഞേക്കുക. -2ന്റെ അബ്സല്യൂട്ട് വാല്യൂ എഴുതാൻ നമ്മൾ എങ്ങനെ എഴുതാം? ഇങ്ങനെ പറയും ഇല്ലേ, -2 അതിനകത്ത് നമ്മളങ്ങ് എഴുതും. എന്നിട്ട് എന്താണ് ഈ -2 അങ്ങ് ഒഴിവാക്കിയിട്ട് നമ്മൾ എഴുതും 2. ഇതാണ് -2ന്റെ അബ്സല്യൂട്ട് വാല്യൂ എന്ന് വെച്ചാൽ എത്രയാണ്? 2 ആണ്. അടുത്ത സംഖ്യ ഓക്കെ. -5ന്റെ അബ്സല്യൂട്ട് വാല്യൂ എന്താ നമ്മൾ എങ്ങനെ എഴുതാം? ഇങ്ങനെ എഴുതി -5 അതിനകത്തിട്ട് എന്താണ് ഈ സൈനൊക്കെ മാറ്റിയിട്ട് 5 മാത്രം എഴുതും. അതാണ് അബ്സല്യൂട്ട് വാല്യൂ എന്ന് പറയുന്നത്. ഒരു ഇന്റിജർ തന്നിരുന്നാൽ അതിന്റെ സൈൻ എല്ലാം മാറ്റിയിട്ട് ആ ന്യൂമറിക്കൽ വാല്യൂ മാത്രം എഴുതുന്നതിനാണ് നമ്മൾ അതിന്റെ അബ്സല്യൂട്ട് വാല്യൂ എന്ന് വിളിക്കുന്നത്. അടുത്ത നോക്കിക്കേ. 5ന്റെ അബ്സല്യൂട്ട് വാല്യൂ എന്താണ്? 5 ആണല്ലേ. ആ സൈൻ എല്ലാം മാറ്റിയിട്ട് ഏത് ന്യൂമറിക്കൽ സംഖ്യ ഏതാണോ അതാണ് അതിന്റെ അബ്സല്യൂട്ട് വാല്യൂ എന്ന് പറയുന്നത്.
വാല്യൂ എന്താണ്? ഇങ്ങനെ എഴുതിയിട്ടാണ് നമ്മൾ എഴുതുന്നത് 0. അപ്പം ഏതൊരു സംഖ്യ തന്നിരുന്നാലും അതിന്റെ അബ്സല്യൂട്ട് വാല്യൂ, ഏതൊരു ഇന്റിജർ തന്നിരുന്നാലും അതിന്റെ അബ്സല്യൂട്ട് വാല്യൂ എഴുതാൻ പറയുമ്പോഴത്തേക്ക് അതിന്റെ സൈൻ എല്ലാം മാറ്റിയിട്ട് അതിന്റെ ന്യൂമറിക്കൽ സംഖ്യ എഴുതുന്നതിനാണ് അതിന്റെ അബ്സല്യൂട്ട് എന്ന് അബ്സല്യൂട്ട് വാല്യൂ എന്ന് പറയുന്നത്. ഞാൻ ക്ലിയർ ആയോ? ഇതൊരു ഇന്റിജർ തന്നിരുന്നാൽ അതിന്റെ അബ്സല്യൂട്ട് വാല്യൂ എഴുതുമല്ലോ. മനസ്സിലായില്ലേ ഇപ്പൊ എങ്ങനെ എഴുതുന്നതെന്ന്? ഇനി അപ്പൊ അതിന്റെ താഴെ കുറച്ച് എക്സസൈസ് ഉണ്ടോ? എക്സസൈസ് 1A ആദ്യത്തെ 2 ക്വസ്റ്റ്യൻ. റൈറ്റ് ദ ഓപ്പോസിറ്റ് ഓഫ് ഈച്ച് ഓഫ് ദ ഫോളോയിങ്, ഇൻഡിക്കേറ്റ് ദ ഫോളോയിങ് യൂസിങ് പ്ലസ് ഓർ നെഗറ്റീവ് സൈൻ, മാർക്ക് ദ ഫോളോയിങ് ഇന്റിജേഴ്സ് ഓൺ എ നമ്പർ ലൈൻ, which number is greater in each of the following pairs, which number is smaller in each of the following pairs. അങ്ങനെ 5 ക്വസ്റ്റ്യൻ. ആദ്യത്തെ 1 2 3 4 5 ഈ 5 ക്വസ്റ്റ്യൻസ് ഹോംവർക്ക് ആണ്. ചെയ്തിട്ട് ടീച്ചറിന് ആൻസർ അയച്ചു തരണം കേട്ടോ. ഡൗട്ട് ഉണ്ടോ? ഇതുവരെ പഠിപ്പിച്ചതിൽ നമ്മൾ എന്താണ് നോക്കിയത്? ഇന്റിജേഴ്സ് എന്താണെന്ന് നോക്കിയില്ലേ? ഇന്റിജേഴ്സ് എന്താണെന്നും പിന്നെ അതിനെ നമ്മൾ എങ്ങനെയാണ് ഒരു നമ്പർ ലൈനിൽ അതിനെ എങ്ങനെ റെപ്രസെന്റ് ചെയ്യുന്നു പിന്നെ നമ്മൾ സ്റ്റഡി ചെയ്തത്. പിന്നെ അതിന്റെ കുറച്ച് ഓർഡറിംഗ് ഓഫ് ഇന്റിജേഴ്സിൽ എങ്ങനെ ആ ഒരു ഇന്റിജേഴ്സിനെ നമ്മൾ അതിനകത്തോട്ട് കാണിക്കുന്നു, അടയാളപ്പെടുത്തുന്നു. പിന്നെ നമ്മൾ നമ്പർ ലൈനിൽ ഉപയോഗിച്ച് എങ്ങനെ നമ്മളിത് കണ്ടുപിടിക്കുന്നു അല്ലെ? യൂസിംഗ് ദ നമ്പർ ലൈൻ റൈറ്റ് ദ ഇന്റിജേഴ്സിലെ നമ്പർ ലൈൻ ഉപയോഗിച്ചിട്ട് എങ്ങനെയാണ് അത് കണ്ടുപിടിക്കുന്നത് പഠിച്ചു. പിന്നെ നമ്മൾ അബ്സല്യൂട്ട് വാല്യൂ ഓഫ് ഇന്റിജർ, ഒരു ഇന്റിജറിന്റെ അബ്സല്യൂട്ട് വാല്യൂ എല്ലാവരും സ്റ്റഡി ചെയ്തു അല്ലെ? എന്നിട്ട് 1 മുതൽ 5 വരെ നമുക്ക് ഹോംവർക്ക് ഉണ്ട്. അപ്പൊ ഇന്ന് പഠിപ്പിച്ച കാര്യങ്ങൾ ഇത്ര എല്ലാവർക്കും ക്ലിയർ ആയോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? അപ്പൊ ഇന്ന് നമ്മൾ പഠിച്ചതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇവിടെ വരെ എന്തെങ്കിലും സംശയം ഉണ്ടോ? അല്ലെങ്കിൽ നമുക്ക് ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ, താങ്ക് യു. നമുക്ക് മലയാളം കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച പാഠത്തിന്റെ ബാക്കി പ്രവർത്തനങ്ങൾ അല്ലെ, പാഠപ്രവർത്തനങ്ങൾ അല്ലെ, നമുക്ക് അത് പഠിക്കാം. അപ്പോ നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് ഒന്ന് എടുക്കുക. പേജ് നമ്പർ 24, പേജ് നമ്പർ 24 ആണ്. അതിനകത്ത് ഫസ്റ്റ് പറഞ്ഞിരിക്കുന്നത് ഉത്തരം പറയുക അല്ലെ. അവിടെ നിങ്ങൾക്ക് 5 ക്വസ്റ്റ്യൻ, 5 ചോദ്യങ്ങൾ തന്നിട്ടുണ്ട്. ആ ചോദ്യങ്ങൾ വായിച്ചിട്ട് അതിന് ഉത്തരങ്ങൾ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ടീച്ചർ തന്നെ നിങ്ങൾക്ക് ഓരോ ക്വസ്റ്റ്യനും വായിച്ചിട്ട് അതിന് ഉത്തരം പറയും. അത് നിങ്ങൾ ആദ്യം ഒന്ന് കേട്ടിട്ട് ഇരിക്കുക. അതിനുശേഷം നിങ്ങൾക്ക് എന്ത് ചെയ്യും? അതിന്റെ ഉത്തരം എഴുതുക എന്നുള്ളതിന്റെ ആ ക്വസ്റ്റ്യനും അതിന്റെ ആ കറക്റ്റ് ഉത്തരവും നിങ്ങൾക്ക് ഇവിടെ കാണിക്കും. അപ്പൊ നിങ്ങളത് കണ്ട് നിങ്ങളുടെ നോട്ട്ബുക്കിനകത്തോട്ട് എഴുതിയെടുക്കുക കേട്ടോ. അപ്പോ ആദ്യത്തെ ചോദ്യം നോക്കിയേ. ഒന്നാമത്, മരണ വീട്ടിലെ ശവദാഹത്തിന് വേണ്ടിയുള്ള ഒരുക്കങ്ങൾ എന്തൊക്കെയായിരുന്നു അല്ലേ? ആ മരിച്ച വീട്ടിലെ ശവദാഹത്തിന് വേണ്ടിയിട്ട് എന്തൊക്കെ ഒരുക്കങ്ങളാണ് അവര് നടത്തിയിട്ടുണ്ടായിരിക്കുന്നത് എന്നാണ് പറയുന്നത്. എന്താണ് ആൻസർ? മരണ വീട്ടിൽ ചിലർ മാവ് വെട്ടുകയും വേലി തട്ടുകയും ചെയ്യുന്നു അല്ലെ? എന്ത് ചെയ്യുന്നു? മാവ് വെട്ടുന്നു അല്ലെ? ആ ദേഹം അല്ലെ, ആ മരിച്ച ദേഹം അടക്കം ചെയ്യാൻ, കത്തിച്ച് കളയാൻ വേണ്ടിയിട്ട് മാവ് വെട്ടുന്നു. പിന്നെ വേലി തട്ടുക, പരിസരങ്ങളൊക്കെ ഒന്ന് വൃത്തിയാക്കുന്നു. പിന്നെ എന്താണ്? ചിലർ വിധവയെ ആശ്വസിപ്പിക്കുന്നു അല്ലെ? ചിലർ എന്ത് ചെയ്യുന്നു? ആ മരിച്ച വ്യക്തിയുടെ ഭാര്യ അല്ലെ, വിധവയെ എന്ത് ചെയ്യുന്നു? ആശ്വസിപ്പിക്കുകയും ചെയ്യുന്നു. അപ്പം ഉത്തരം, മരണ വീട്ടിൽ ചിലർ മാവ് വെട്ടുകയും വേലി തട്ടുകയും ചെയ്യുന്നു, ചിലർ വിധവയെ ആശ്വസിപ്പിക്കുന്നു. രണ്ടാമത്തെ നോക്കിക്കേ. കരക്കാരൻ മരണപ്പെട്ട ആളുടെ ഭാര്യയോട് ചോദിച്ചത് എന്താണ് അല്ലെ? കരക്കാരൻ അല്ലെ, മുറുക്കാമ്പുതിയൊക്കെ മാറ്റിയിട്ട് പ്രമുഖനായിട്ടൊരു കരക്കാരൻ, ആ കരയിൽ ആ ഒരു പ്രദേശത്ത് എല്ലാവരും അറിയുന്ന ഒരു പ്രമുഖ വ്യക്തി അല്ലെ, എന്ത് ചെയ്യുന്നു? ആ വിധവയുടെ അടുത്ത് വന്ന് എന്തോ ചോദിക്കുന്നു. അപ്പോഴാണ് വിധവ പറയുന്നത്, അതുണ്ടായിരുന്നെങ്കിൽ ഇദ്ദേഹം ഇപ്പൊ മരിച്ചു പോകില്ലായിരുന്നല്ലോ എന്ന് പറയുന്നു അല്ലെ. എന്തായിരുന്നു ഉത്തരം? ശവത്തിന് ചുറ്റും തൂവാനുള്ള ഉണക്കലരിയാണ് കരക്കാരൻ ചോദിച്ചത്. ശവത്തിന്റെ തലഭാഗത്തായിട്ട് വെക്കാൻ കുറച്ച് ഉണക്കലരി ഉണ്ടോ എന്നാണ് ആ വിധവയോട് ചെന്ന് ചോദിച്ചത്. മൂന്നാമത്തെ ചോദ്യം, ആളുകളുടെ നാട്യത്തെ കവി പരിഹസിക്കുന്നതായി തോന്നുന്നുണ്ടോ? ഉണ്ടെങ്കിൽ എവിടെ? ഉണ്ടോ? ഉണ്ട് അല്ലേ? കാര്യം എന്താണ്? സാധാരണക്കാരായിട്ടുള്ള അല്ലെങ്കിൽ പാവപ്പെട്ട ഒരാള് ജീവിച്ചിരിക്കുമ്പോൾ സമൂഹത്തിൽ ഒരു വിലയും കാണില്ല. പക്ഷെ മരിച്ചു കഴിയുമ്പോൾ അവരെ എന്താണ്? വാനോളം അങ്ങ് പുകഴ്ത്തി കൊണ്ടുപോകുന്ന ഒരു സമൂഹവും അതിലുള്ള കുറച്ച് ആളുകളെയും അവരുടെ കവി തുടക്കത്തിൽ തന്നെ കളിയാക്കുന്നുണ്ടായിരുന്നു അല്ലെ? അപ്പൊ ഉത്തരം എന്താണ്? അയൽപക്കത്തെ ധനികൻ ഇത്രയും നാൾ ദരിദ്രനായ തന്റെ അയൽക്കാരനെ തിരിഞ്ഞു നോക്കാത്തവനാണ്.
ഇന്ന് ആ ദരിദ്രൻ മരിച്ചുവെന്നറിഞ്ഞപ്പോൾ അയാളുടെ ശവം പുതയ്ക്കുവാനുള്ള കച്ച വാങ്ങാനുള്ള പണം നൽകുന്നത് അയൽപ്രഭുവാണ്. അയൽപ്രഭുവിന്റെ കാരുണ്യമാണെന്ന് കവി പരിഹാസപൂർവ്വം പറഞ്ഞിരിക്കുകയാണല്ലേ. നമ്മളോട് പറഞ്ഞു അയൽപക്കത്തെ ഒരു പ്രഭുവൻ എന്ത് ചെയ്യുന്നു, അദ്ദേഹത്തിന്റെ ആ ശവത്തിന്റെ മുകളില് വിരിക്കുവാനുള്ള തുണി വാങ്ങാനുള്ള പൈസ വരെ കൊടുക്കുന്ന ഒരു അയൽപക്കത്തെ പ്രമുഖൻ അല്ലെ. ജീവിച്ചിരുന്നപ്പോൾ ഒരു സഹായവും ചെയ്തിട്ട് പോലുമില്ല, പക്ഷെ മരിച്ചു കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്തു, ഇത്തരത്തിലുള്ള സഹായങ്ങൾ ചെയ്തു. ഇത് ആരെ കാണിക്കാൻ വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ വന്നിരിക്കുന്ന ആളുകളെ കണ്ട് അവരെയാളെ പറ്റി കൂടുതൽ പുകഴ്ത്തി പറയാൻ, ഞാൻ ഇത്രയും വലിയ മനസ്സുള്ള ആളാണെന്ന് അവരെ കൊണ്ടൊക്കെ പറയിപ്പിക്കാൻ വേണ്ടിയിട്ടായിരിക്കും എന്ത് ചെയ്തത്, ഈ വ്യക്തി മരിച്ചു കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തെ സഹായിക്കാൻ വന്നതെന്ന് കവി പരിഹാസപൂർവ്വം കളിയാക്കുകയാണ്. നാലാമത്തെ ചോദ്യം, പാവപ്പെട്ട മനുഷ്യൻ ജീവിച്ചിരുന്നപ്പോൾ എന്തുകൊണ്ടാണ് ആരും സഹായിക്കാത്തത്? എന്താണ്, ജീവിച്ചിരുന്നപ്പോൾ ദരിദ്രനായതുകൊണ്ടാണ് അയാളെ ആരും സഹായിക്കുന്നത് അല്ലെ. ജീവിച്ചിരുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ കയ്യിൽ ഒരുപാട് കാശൊന്നും ഉണ്ടായിരുന്നില്ല അല്ലെ. വളരെ പാവപ്പെട്ട ഒരു വ്യക്തിയായിരുന്നു. ആ ഒരു പാവപ്പെട്ട വ്യക്തി ആയതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തെ ജീവിച്ചിരുന്ന സമയത്ത് ഒരു തുള്ളി ആഹാരത്തിന് പോലും ആരും എന്ത് ചെയ്തില്ല, സഹായിക്കാനുള്ളത്. അഞ്ചാമത്തെ ചോദ്യം, ഏതെല്ലാം പദങ്ങൾ ഉപയോഗിച്ചാണ് കവിതയിൽ മരിച്ച ആളിന്റെ ഭാര്യയെ സംബോധന ചെയ്തത് അല്ലെ. മരിച്ച ആളുടെ ഭാര്യയെ ഏതൊക്കെ വാക്കുകൾ ഉപയോഗിച്ചിട്ടാണ് സംബോധന ചെയ്യുന്നത്? നമ്മൾ പറഞ്ഞു വിധവ എന്ന് നമ്മൾ പറഞ്ഞല്ലേ. മരിച്ച ഭർത്താവ് മരിച്ച സ്ത്രീ അറിയപ്പെടുന്നതാണ് വിധവ എന്നല്ലേ. അപ്പൊ എന്തൊക്കെയാണ്? വിധവ, പെണ്ണ്, കുടുംബിനി അല്ലെ. പെണ്ണെന്ന് പറഞ്ഞു, കുടുംബിനി കുടുംബം നോക്കി നടത്തുന്ന ആളല്ലേ, അതാണ് കുടുംബിനി അല്ലെ. അപ്പം വിധവ, പെണ്ണ്, കുടുംബിനി എന്നിങ്ങനെ 3 പേരിലാണ് നമ്മുടെ ഈ പറഞ്ഞ അലീലാൻഡ് എന്നുള്ള കവിതയിലെ ആ ഒരു സ്ത്രീയെ പറയുന്ന സംബോധന ചെയ്തിരിക്കുന്ന വാക്കുകൾ. ഓക്കെ, ഇനി ടീച്ചർ അതിന്റെ ക്വസ്റ്റ്യൻസ് മൊത്തം നിങ്ങൾക്ക് ഇവിടെ കാണിക്കുന്നുണ്ട്. നിങ്ങൾ നോക്കി ഓരോന്നിന്റെയും നമ്പർ ഇട്ട് ചോദ്യം അല്ലെ, ആദ്യം ചോദ്യം എഴുതി അതിന്റെ ഉത്തരം ശരിക്കും തെറ്റിക്കാതെ നോക്കി എഴുതുക. അടുത്തതിൽ നിങ്ങൾക്ക് പഠിക്കാനുള്ളത് പദപരിചയമാണ് കേട്ടോ. പദപരിചയം നോക്കിയേ, അവിടെ ആദ്യം പറഞ്ഞിരിക്കുന്നത് പ്രാണൻ. പ്രാണൻ എന്നുള്ളതിന്റെ പദപരിചയം തന്നെ ഇവിടെ ടീച്ചർ കാണിക്കുന്നുണ്ട്. എന്താണ്? ജീവൻ. പ്രാണൻ എന്നുള്ളതിന്റെ പദപരിചയം അല്ലെ, അർത്ഥം. പദപരിചയം എന്ന് പറഞ്ഞാൽ അർത്ഥം അല്ലെ, ജീവൻ. രണ്ടാമത് പെരിയോർ. പെരിയോർ എന്ന് പറഞ്ഞ എന്താണ്? വലിയവർ അല്ലെ, വലിയ നിലയിലൊക്കെ ഉള്ളവരാണ് പെരിയോർ എന്ന് പറഞ്ഞാൽ വലിയവർ. മൂന്നാമത്തത് മാലോകർ. മാലോകർ എന്ന് പറഞ്ഞാൽ മനുഷ്യർ. മനുഷ്യരെയാണ് മാലോകർ എന്ന് പറയുന്നത്. മാലോകർ മനുഷ്യർ. പിന്നെ വിധവ. വിധവ എന്ന് പറഞ്ഞാൽ ഭർത്താവ് മരിച്ച സ്ത്രീ. ഭർത്താവ് മരിച്ച സ്ത്രീ അറിയുന്നതാണ് വിധവ. അടുത്തത് നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ വിശ്രുതം എന്നാണ് തന്നിരിക്കുന്നത്. അത് മാറ്റിയിട്ട് വിശ്രുതൻ എന്നാക്കുക. അതുകൊണ്ട് ഇവിടെ കാണിക്കുന്നുണ്ട് ടീച്ചർ വിശ്രുതൻ എന്നാക്കുക. വിശ്രുതൻ എന്ന് പറഞ്ഞാൽ പേരുകേട്ടവൻ. വിശ്രുതൻ എന്ന് പറഞ്ഞാൽ പേരുകേട്ടവൻ. അടുത്തത് ഏവം. ഏവം എന്ന് പറഞ്ഞാൽ ഇപ്രകാരം. ഏവം എന്ന് പറഞ്ഞാൽ ഇപ്രകാരം. എഴുതിയോ എല്ലാവരും? ഒന്നുകൂടെ പറയാൻ നോക്കിയേ. ആദ്യം പ്രാണൻ, അർത്ഥം ജീവൻ. പെരിയോർ, അർത്ഥം വലിയവർ. മാലോകർ, അർത്ഥം മനുഷ്യർ. വിധവ, അർത്ഥം ഭർത്താവ് മരിച്ച സ്ത്രീ. വിശ്രുതൻ, അർത്ഥം പേരുകേട്ടവൻ. ഏവം, ഇപ്രകാരം. എഴുതിയെടുത്തോ? നിങ്ങൾക്ക് പറഞ്ഞിരിക്കുന്നത് കൂട്ടിച്ചേർത്ത് വായിക്കുക. കൂട്ടിച്ചേർത്ത് വായിക്കുക. നോക്കിയേ, ആദ്യം പറഞ്ഞിരിക്കുന്നത് ആ അധികം പാവം. ആ അധികം പാവം എന്നുള്ളത് നമ്മൾ എങ്ങനെ കൂട്ടിച്ചേർത്ത് എഴുതും? അപ്പാവം. ആ പാ എന്നുള്ളത് എന്തായി? ഇരട്ടിയായി അല്ലെ. പാ എന്നുള്ളതിനെ ഇപ്പയാക്കി മാറ്റി. പാ ഇപ്പ അല്ലെ. അപ്പൊ ആ അധികം പാവം എന്നുള്ളതിനെ അപ്പാവം എന്നാക്കി. അപ്പാവം. ആ എന്നുള്ളതിനെ അപ്പാവം എന്ന് മാറ്റി. രണ്ടാമത്തത് ജീവിച്ച നാൾ. ജീവിച്ച നാൾ. അധികം അവനെ. അവനെ അധികം തുണയ്ക്കാനോ അല്ലെ. ജീവിച്ച നാൾ അധികം അവനെ അധികം
തുണയ്ക്കാനോ എന്നുള്ളതിനെ കൂട്ടിച്ചേർത്ത് എങ്ങനെ ചെയ്യും? ജീവിച്ച നാൾ അവനെ തുണയ്ക്കാനോ അല്ലെ? ജീവിച്ച നാൾ, ആ നാൾ എന്നുള്ളതിനെ മാറ്റി നമ്മൾ നാ എന്നുള്ളതാക്കി. നാ പിന്നെ അവനെ എന്നുള്ളതിന് നമ്മൾ അവിടെ മാറ്റി. പിന്നെ തുണയ്ക്കാനോ, തുണയ്ക്കാനോ എന്നുള്ളതിനകത്ത് ത ഇരട്ടിയായിട്ട് ഇത്തായിട്ട് മാറി. ത ഇരട്ടിയായിട്ട് ഇത്ത എന്നുള്ളതായിട്ട് മാറി. ജീവിച്ച നാൾ അവനെ തുണയ്ക്കാനോ, ജീവിച്ച നാൾ അവനെ തുണയ്ക്കാനോ. അടുത്തത് മാലോകർക്ക് അധികം ഇഷ്ടം. മാലോകർക്ക് അധികം ഇഷ്ടം എങ്ങനെയാണ്? മാലോകർ ഇഷ്ടം, ആ ഇക്കായും ഈയും കൂടി ചേർന്ന് എന്തായി? കി എന്നായി. കണ്ടോ? കി കണ്ടോ? നോക്കിയേ, ഇഷ്ക് അധികം ഈ എന്നുള്ളതല്ലോ. മാലോകർക്ക് അത് ഇഷ്ടം എന്നുള്ള ഇത് രണ്ടും കൂടെ ചേർന്നിട്ട് എന്തായി? കി. ഈ കി എന്നുള്ളത് നിങ്ങളൊന്ന് വായിച്ചു നോക്കി. കി എന്നുള്ളതിനകത്ത് കായുണ്ട്, കി ഈയും ഉണ്ട് അല്ലെ? നിങ്ങളത് പറഞ്ഞു കി എന്നത് വായിക്കുന്നത് പറഞ്ഞേ. കി കണ്ടോ? ഇതിനകത്ത് കായും വരുന്നുണ്ട്, ഈയുടെ ശബ്ദവും വരുന്നുണ്ട്. അപ്പൊ ഇക്കും അധികം ഈ അത് കൂടിച്ചേർന്നാണ് കി എന്നുള്ളത് അവിടെ കാണിക്കുന്നുണ്ട്. കണ്ടോ? അപ്പൊ മാലോകർ ഇഷ്ടം. കണ്ടോ? അടുത്തത് പിരിച്ചു പറയുക എന്നുള്ളതാണ്. അപ്പൊ നിങ്ങൾ അത് ജസ്റ്റ് എന്ത് ചെയ്യുക? ഒന്ന് ഹോംവർക്ക് ആയിട്ട് ടീച്ചറിന് ഒന്ന് ചെയ്തു തരുമോ? എങ്ങനെയായിട്ട് നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്യുക. ആരുടെയും സഹായം നിങ്ങൾ നോക്കണ്ട, നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്യുക. അടുത്ത ക്ലാസ്സിലെ ടീച്ചർ അത് നിങ്ങൾക്ക് അതിന്റെ ആൻസർ അത് എങ്ങനെ വന്നു എന്നുള്ളത് പറഞ്ഞു. ജസ്റ്റ് നിങ്ങൾ സ്വന്തമായിട്ട് ഇത് ചെയ്യുക. പിരിച്ചെഴുതുക കുറെ നാൾ കൊണ്ടേ പഠിക്കുന്നതാണ്. ഇതെല്ലാം പഠിച്ചിട്ട് വേറെ. അപ്പൊ അതൊക്കെ വെച്ചിട്ട് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ. പിരിച്ചെഴുതുക എന്നുള്ളത് 3 എണ്ണമേ ഉള്ളത്. 3 എണ്ണം ഒന്ന് ഹോംവർക്ക് ആയിട്ട് ടീച്ചറിനെ ചെയ്ത് ഒന്ന് അയക്കാം കേട്ടോ. അതിന്റെ ആൻസർ ടീച്ചർ എന്ത് ചെയ്യാം? അടുത്ത മലയാളം ക്ലാസ് നിങ്ങൾക്ക് അത് പറഞ്ഞു തരാം. അടുത്തത് പര്യായമാണ്. പര്യായം നോക്കിയേ. പര്യായ പദങ്ങൾക്ക് ആദ്യം പറഞ്ഞിരിക്കുന്നത് പ്രാണൻ എന്നുള്ളതാണ്. പ്രാണൻ എന്നുള്ളതിന്റെ പര്യായം ഇവിടെ കാണിക്കുന്നുണ്ട്. ജീവൻ, ഉയിർ. ജീവൻ, ഉയിർ പര്യായ പദമാണ്. പ്രാണൻ എന്നുള്ളതിന്റെ പര്യായ പദം ജീവൻ, ഉയിർ. രണ്ടാമത്തേത് മരണം അല്ലെ? മരണം എന്നുള്ളതിന്റെ പര്യായ പദം മൃതി, മൃത്യു. മൃതി, മൃത്യു. മൃതി, മൃത്യു. മരണം എന്നുള്ളതിന്റെ പര്യായ പദമാണ് മൃതി, മൃത്യു. അടുത്തത് ഗേഹം. ഗേഹം എന്നുള്ളതിന്റെ പര്യായ പദങ്ങളാണ് ഗൃഹം, വീട് അല്ലെ? നമ്മുടെ വീട് അല്ലെ? ഗൃഹം, വീട്. 3 എണ്ണമാണ്. പ്രാണൻ എന്നുള്ളത് ജീവൻ, ഉയിർ. മരണം മൃതി, മൃത്യു. ഗേഹം, ഗൃഹം, വീട്. ഓക്കെ. അപ്പോ ഇത്രയും ആണ് നമ്മുടെ ഈ അറിയില്ലാനിട്ട് എന്നുള്ള ഈ ഒരു പദ്യത്തിനായിട്ട് നമുക്ക് പഠിക്കാനുള്ള പ്രവർത്തനങ്ങൾ, പാഠപ്രവർത്തനങ്ങൾ. ഓക്കെ. അപ്പൊ ഇത്രയും മാത്രം പഠിച്ചാൽ മതി. ടീച്ചർ പാഠത്തിൽ പഠിപ്പിച്ച കാര്യങ്ങൾ മാത്രം പഠിച്ചാൽ മതി. വേറെ ഒന്നും അധികം പഠിക്കണ്ട. അപ്പൊ നിങ്ങൾക്ക് ഹോംവർക്ക് എന്നിട്ട് പിരിച്ചെഴുതുക 3 എണ്ണം. അത് മറക്കാതെ ടീച്ചറിനെ ഇന്ന് തന്നെ ചെയ്ത് നമുക്ക് ഫോട്ടോ അയക്കാം. അതിനകത്ത് ആൻസേഴ്സ് ടീച്ചറിന്റെ അങ്ങനെ വന്നു എന്നുള്ളത് നിങ്ങൾക്ക് അടുത്ത ക്ലാസ്സിൽ, മലയാള ക്ലാസ് അടുത്ത പാഠം പഠിപ്പിച്ചു തുടങ്ങുന്നതിന് മുന്നേ നിങ്ങൾക്ക് അത് എടുത്ത് തരും കേട്ടോ. ഓക്കെ. അപ്പൊ നിങ്ങൾ ഹോംവർക്ക് ചെയ്യുമ്പോൾ അത് നിങ്ങളുടെ നോട്ട്ബുക്കിനകത്ത് നിങ്ങൾ നോട്ട് എഴുതി പോകുന്നതിന് കൂട്ടത്തിൽ എഴുതണ്ട. മലയാളം നോട്ട്ബുക്കിന്റെ ബാക്കിലായിട്ട് അത് എഴുതി ടീച്ചറിന് അയച്ചു തരിക. ടീച്ചർ അടുത്ത ക്ലാസ്സിൽ അതിന്റെ ആൻസർ കൃത്യമായിട്ട് പറഞ്ഞു തന്നിട്ട് നിങ്ങൾ ചെയ്തിരിക്കുന്നത് കറക്റ്റ് ആണെന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങളുടെ മലയാളത്തിന്റെ ഫ്രണ്ടിന്റെ ആ ഒരു ഭാഗത്ത് നോട്ടിന്റെ കൂടെ എത്തിപ്പോയാൽ മതി. ഉത്തരം പറയുക, പദപരിചയം, പര്യായം, കൂട്ടിച്ചേർത്ത് എഴുതുക, ഇതൊക്കെ നന്നായിട്ട് പഠിക്കുക. ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നിങ്ങൾ 5 വട്ടം വെച്ചിട്ട് നിങ്ങളുടെ മലയാളം കോപ്പിറൈറ്റിംഗ് ബുക്കിനകത്തോട്ട് എഴുതി പഠിച്ചിട്ട് അതിന്റെ ഫോട്ടോ കൂടെ ടീച്ചറിന് അയച്ചു തരിക കേട്ടോ. കോപ്പിറൈറ്റിംഗ് ബുക്കിനകത്ത് എഴുതി പഠിക്കുക, നിർബന്ധമായിട്ട് എഴുതി പഠിക്കുക. പെട്ടെന്ന് ഒരു ദിവസം കോപ്പിറൈറ്റിംഗ് ബുക്ക് ഇവിടെ സബ്മിറ്റ് ചെയ്യാനായിട്ട് പറയും. അപ്പോൾ കോപ്പിറൈറ്റിംഗ് ബുക്ക് വളരെ ശൂന്യമായിട്ട് ഇരിക്കാൻ പാടില്ല കേട്ടോ. ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം അതിനകത്ത് എഴുതി പഠിച്ച് തന്നെ ഉണ്ടായിരിക്കണം. എന്തൊക്കെ കാര്യങ്ങൾ എഴുതി പഠിച്ചു അല്ലെങ്കിൽ എഴുതി പഠിക്കാൻ ടീച്ചർ പറഞ്ഞിട്ടുണ്ടെന്ന് നന്നായിട്ട് എനിക്ക് അറിയാം. അപ്പൊ അതുകൊണ്ട് പറഞ്ഞ കാര്യങ്ങളെല്ലാം കോപ്പറേറ്റീവ് ബുക്കിനകത്ത് എഴുതി പഠിച്ചിട്ടുണ്ടായിരിക്കാം. ഇപ്പൊ ഈ ഒരു പാഠം അതും അതിന്റെ ഉത്തരം പറയുക, പദപരിചയം, പര്യായം ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും എന്ത് ചെയ്യുക, അതിനകത്തോട്ട് 5 വട്ടം വെച്ച് എഴുതി പഠിക്കാം. ഓക്കെ, താങ്ക് യു.